ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനി അക്കൗണ്ട്സിൻ്റെ ക്ലാസ് 2 ആണ്. ഇവിടെ നമ്മൾ ഇഷ്യൂ ഷെയർസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു കമ്പനി അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് സമാഹരിക്കുന്നത് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണെന്നറിയാം അല്ലേ. അപ്പോൾ അങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളും അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. ഇഷ്യൂ ഷെയർസ് രണ്ട് തരത്തിലാണുള്ളത്, ഫോർ ക്യാഷും അതുപോലെ തന്നെ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷും. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മറന്നു പോകരുത്. ആദ്യത്തേതാണ് ഫോർ ക്യാഷ്, അതായത് ക്യാഷിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാഷിന് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, എന്താണ് ഫണ്ട് സമാഹരിക്കുന്നു അല്ലെങ്കിൽ ക്യാഷ് പബ്ലിക്കിൽ നിന്ന് സമാഹരിക്കുന്നു. അങ്ങനെ നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമതാണ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, അതായത് നമുക്ക് കൺസിഡറേഷൻ ആയിട്ട് കിട്ടുന്നത് ക്യാഷ് ആയിരിക്കില്ല, ക്യാഷിന് പകരം മറ്റെന്തെങ്കിലും ആയിരിക്കും. അതാണ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ക്യാഷ് ആയിരിക്കില്ല കിട്ടുന്നത്, മറ്റെന്തെങ്കിലും എന്തോ ഒരു സാധനത്തിന്റെ കൺസിഡറേഷൻ ആയിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത്, ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇഷ്യൂ ഷെയർസ് രണ്ട് തരത്തിലാണുള്ളത്, ഫോർ ക്യാഷും അതുപോലെ തന്നെ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷും. ഇനി തന്നെ ഫോർ ക്യാഷിൽ നമുക്ക് ഇഷ്യൂ ഷെയർസ് 3 തരത്തിലുണ്ട് എന്ന് പറയാം. അറ്റ് പാർ, അറ്റ് എ പ്രീമിയം, അറ്റ് എ ഡിസ്കൗണ്ട്. എന്താണ് അറ്റ് പാർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ അറ്റ് എ പ്രീമിയം, അതുപോലെ അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ക്യാഷിന് തന്നെയാണ്. 3 തരത്തിൽ നമുക്ക് ഇങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നാമത്തത് അറ്റ് പാർ. അറ്റ് പാർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബിസിനസിന്റെ ഷെയർ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർ അതിന്റെ ഫേസ് വാല്യൂവിന് തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ആ ഇഷ്യൂവിനെ നമുക്ക് ഇഷ്യൂ അറ്റ് പാർ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ അറ്റ് എ പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കമ്പനിയുടെ ഷെയർ അതിൻ്റെ ഫേസ് വാല്യൂവിനേക്കാൾ കുറച്ചും കൂടി കൂടുതലുള്ള ഹയർ ഇതാണ് അല്ലേ, ഫേസ് വാല്യൂവിനേക്കാൾ കുറച്ചുകൂടി കൂട്ടിയാണ് നമ്മുടെ ഇഷ്യൂ ചെയ്യുന്നത്, കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ആ ഇഷ്യൂവിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇഷ്യൂ അറ്റ് എ പ്രീമിയം എന്ന് പറയാം. ഇനി ഡിസ്കൗണ്ട് എന്തായിരിക്കും, നമ്മൾ ഈ രണ്ടെണ്ണം പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് തനിയെ തന്നെ ഊഹിക്കാം അല്ലേ. എന്താണ്, ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ഫേസ് വാല്യൂവിനേക്കാൾ കുറഞ്ഞൊരു എമൗണ്ടിനാണ് എങ്കിൽ ആ ഇഷ്യൂവിനെ നമുക്ക് എന്തെന്ന് പറയാം, അറ്റ് എ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഇഷ്യൂ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് പറയാം. അപ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എന്താണ് ഇഷ്യൂ ഷെയർസ് ഫോർ ക്യാഷിൽ അറ്റ് എ പാർ, അറ്റ് എ പ്രീമിയം, അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ രണ്ടാമത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ആണ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അതായത് ഇവിടെ നമ്മൾ ഷെയർസ്, കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ക്യാഷ് അല്ലെങ്കിൽ ഫണ്ട് സമാഹരിക്കാനായിരിക്കില്ല, വേറെ എന്തോ രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഏതൊക്കെയാണ് ആ പർപ്പസ്? ഇഷ്യൂ ഷെയർസ് ടു വെൻഡേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണല്ലേ, വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, നമുക്ക് അസറ്റ് കടത്തിന് തരുന്ന സെല്ലർ അല്ലെങ്കിൽ സപ്ലയറെയാണ് നമ്മൾ വെൻഡേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർ നമ്മുടെ ബിസിനസ്സിലേക്ക് അസറ്റ് കടത്തിന് തന്നു, അവർക്ക് ക്യാഷിന് പകരമായിട്ട് നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ്, ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ് എങ്കിൽ നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി ആണ് എന്ത്, ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിലെ ഫസ്റ്റ് കാറ്റഗറി എന്താണ്, ഇഷ്യൂ ഷെയർസ് ടു വെൻഡേഴ്സ്. വെൻഡേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. പകരം വെൻഡേഴ്സ് അവർ ക്യാഷ് തരുമോ? ഇല്ല, ഓൾറെഡി അവരൊരു അസറ്റ് നമുക്ക് കടത്തിന് തന്നിട്ടുണ്ട്, അതിന് പകരമായിട്ടാണ് നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യുന്നത്, ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത് പറയേണ്ടത് ഇഷ്യൂ ഷെയർസ് ടു പ്രൊമോട്ടേഴ്സ് ആണ്. നമുക്കറിയാം, ഒരു കമ്പനി അതിൻ്റെ ബിസിനസ് അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്ത് ഒരു പ്രോപ്പർ പൊസിഷനിൽ എത്തണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുടെ പ്രയത്നം ഉണ്ട് അല്ലേ. ഒരു ഇൻകോർപ്പറേഷന് മുന്നേ തന്നെ എന്ത് വേണം, ഒരുപാട് ആൾക്കാരുടെ പ്രയത്നമുണ്ട്. ആ ആൾക്കാരെയാണ് നമ്മൾ ആരെന്ന് പറഞ്ഞത്, പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞത്. ആ പ്രൊമോട്ടേഴ്സിനും ഇതുപോലെ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കാറുണ്ട്. അവരുടെ കയ്യിൽ നിന്നും ക്യാഷിന് വേണ്ടിയിട്ടല്ല, അവർ ചെയ്ത ആ ഒരു ജോലി അല്ലെങ്കിൽ അത്രയും നാൾ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച, കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പങ്കാണ് ഷെയർ എന്ന് പറഞ്ഞത് അല്ലേ, ആ ഒരു പങ്ക്. അപ്പോൾ അങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെയും നമുക്ക് ക്യാഷ് കിട്ടുന്നില്ല, പകരം എന്താണ്, കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ആണ്, അവർ അത്രയും നാൾ ചെയ്ത വർക്കിന്റെ കൺസിഡറേഷൻ ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയും നമുക്ക് ഷെയർ എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ ഉള്ളത്, ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഇഷ്യൂ ഷെയർസ് ടു വെൻഡേഴ്സ്, അതുപോലെ തന്നെ ഇഷ്യൂ ഷെയർസ് ടു പ്രൊമോട്ടേഴ്സ്. അപ്പോൾ ഈ രണ്ട് പേരുകൾ ഓർത്തിരിക്കുക, വ്യക്തികളാണ് വെൻഡേഴ്സും അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഷെയർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് രണ്ട് തരത്തിൽ നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാം. ഇഷ്യൂ ഷെയർസ് ഫോർ ക്യാഷും അതുപോലെ തന്നെ ഇഷ്യൂ ഷെയർസ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അതുപോലെ തന്നെ ക്യാഷിനെ അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ ഇഷ്യൂ ഷെയർസ് അറ്റ് എ പ്രീമിയം, ദെൻ ഇഷ്യൂ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട്.
പിന്നീട് നമ്മൾ പറഞ്ഞത് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിൽ രണ്ടായിട്ടായിരുന്നു, ഇഷ്യൂ ഷെയർസ് ടു വെൻഡേഴ്സും ഇഷ്യൂ ഷെയർസ് ടു പ്രൊമോട്ടേഴ്സും. ഇനി നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്കറിയാം ഷെയർസ് മേ ബി ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് ടേംഡ് ആസ്. എന്താണ് നമുക്കറിയാം, ഷെയർ നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാഷിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു പറഞ്ഞു. അറ്റ് എ പാർ, പ്രീമിയം, ഡിസ്കൗണ്ട്. അപ്പോൾ ഷെയർസിന്റെ പ്രൈസിനെ വെച്ചുകൊണ്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. നമുക്ക് 3 രീതിയിൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അറ്റ് എ പാർ, അറ്റ് എ പ്രീമിയം ഓർ അറ്റ് എ ഡിസ്കൗണ്ട്. ഇനി എന്താണ് പാർ എന്ന് നോക്കാം. അറ്റ് എ പാർ അല്ലെങ്കിൽ പാറിനാണ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, വെൻ എ കമ്പനി ഇഷ്യൂ ഷെയർസ് അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദെയർ നോമിനൽ വാല്യൂ. എന്താണ്, വിച്ച് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ നോമിനൽ വാല്യൂ ഈസ് കോൾഡ് ഇഷ്യൂ ഷെയർസ് അറ്റ് പാർ. അതായത് ഒരു ഷെയറിന്റെ നോമിനൽ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ അതിന് എക്സാക്ട് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിന് തന്നെയാണ് ആ കമ്പനി എന്താണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ആ ഇഷ്യൂവിനെ നമുക്ക് എങ്ങനെ പറയാം, ഇഷ്യൂ ഷെയർസ് അറ്റ് എ പാർ എന്ന് പറയാം അല്ലേ. ഇഷ്യൂ ഷെയർസ് അറ്റ് പാർ. അതായത് ഇപ്പോൾ ഒരു ഷെയറിന്റെ വില, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു ഷെയറിന്റെ വില 100 രൂപയാണെന്ന് വിചാരിക്കുക. ഫേസ് വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത്, നോമിനൽ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വിചാരിക്കുക. ആ 100 രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ, അതായത് ആ സമയത്ത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ, അപ്പോൾ അവിടെ എന്തായി, ₹100 എക്സാക്ട്ലി ഈക്വൽ ആയി അല്ലേ. 100 തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ ഇഷ്യൂവിനെ നമുക്ക് എന്തെന്ന് പറയാം, അറ്റ് പാർ എന്ന് പറയാം. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്ന് പറയാം. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്, വെൻ എ കമ്പനി ഇഷ്യൂ ഷെയർസ് അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദെയർ നോമിനൽ വാല്യൂ. എന്താണ്, ആ ഷെയറിന്റെ നോമിനൽ വാല്യൂവിന് കൃത്യമായിട്ട് ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ആ ഇഷ്യൂവിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇഷ്യൂ ഷെയർസ് അറ്റ് പാർ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി പ്രീമിയം എന്താണ്, അറ്റ് എ പ്രീമിയം. അതായത് ഇഷ്യൂ ഷെയർസ് അറ്റ് എ പ്രീമിയം എന്താണെന്ന് നോക്കാം. When a company issue shares at a price which is more than the nominal value. എന്താണ്, which is more than the nominal value of that share. അതായത് ഒരു ഷെയറിന്റെ നോമിനൽ വാല്യൂ എത്രയാണോ അതിനേക്കാൾ കൂടിയ ഒരു എമൗണ്ടിനാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ആ ഇഷ്യൂവിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇഷ്യൂ ഷെയർസ് അറ്റ് പ്രീമിയം. നേരത്തെ നമ്മൾ പറഞ്ഞ ആ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ 100 രൂപയുടെ ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്തപ്പോൾ ഒരു 110 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, നോമിനൽ വാല്യൂവിനേക്കാൾ കുറച്ചുകൂടി കൂടിയ എമൗണ്ട് ആണ് ഏതെന്ന് പറയുന്നത്, 110 എന്ന് പറഞ്ഞത്. അപ്പോൾ ആ 110നാണ് നമ്മുടെ 100 രൂപയുടെ ഫേസ് വാല്യൂ ഉള്ള ഷെയർ ഇഷ്യൂ ചെയ്തത് എങ്കിൽ ആ ഇഷ്യൂവിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇഷ്യൂ ഷെയർസ് അറ്റ് പ്രീമിയം എന്ന് പറയാം. അതാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് കോൾഡ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം. അപ്പോൾ 2 ടേമുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഏതൊക്കെയായിരുന്നു, ഇഷ്യൂ ഷെയർസ് അറ്റ് പാർ നമുക്കറിയാം നോമിനൽ വാല്യൂവിന് എക്സാക്ട്ലി ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ആണ് എങ്കിൽ ഇഷ്യൂ ഷെയർസ് അറ്റ് പാർ ആണ്. പ്രീമിയത്തിലാവുമ്പോൾ എന്താണ്, വിച്ച് ഈസ് മോർ ദാൻ ദി നോമിനൽ വാല്യൂ. അതായത് നോമിനൽ വാല്യൂവിനേക്കാൾ കൂടിയൊരു എമൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ അതിനെ നമുക്ക് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ പ്രീമിയം എന്ന് പറയാം. ഇനി നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറി എന്താണ്, ഇഷ്യൂ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട്. എന്താണ്, വെൻ എ കമ്പനി ഇഷ്യൂ ഷെയർസ് അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് ലെസ് ദാൻ ദി നോമിനൽ വാല്യൂ. ഇമ്പോർട്ടൻ്റ് ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ ദി നോമിനൽ വാല്യൂ ഓഫ് ദി ഷെയർസ്. എന്താണ്, ഒരു ഷെയറിന്റെ നോമിനൽ വാല്യൂവിനേക്കാൾ കുറഞ്ഞ ഒരു എമൗണ്ടിനാണ് നമ്മുടെ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ആ ഇഷ്യൂവിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് പറയാം. ഈ സെയിം എക്സാമ്പിൾ എടുക്കുകയാണ്. 100 രൂപയുടെ ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ ഒരു 90 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തതെന്ന് വിചാരിക്കൂ. അപ്പോൾ എന്താണ്, 100 രൂപയുടെ ഷെയർ 90 രൂപയെന്ന് പറഞ്ഞാൽ എന്താണ്, 100നേക്കാൾ ചെറിയൊരു എമൗണ്ട് ആണ്. അങ്ങനെ ആ ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂവിനേക്കാൾ ചെറിയൊരു എമൗണ്ടിനാണ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തത് എങ്കിൽ ആ ഇഷ്യൂവിനെ നമ്മൾ വിളിച്ച പേരാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ ക്ലിയർ ആയി. പാർ പറഞ്ഞു, പ്രീമിയം, അതുപോലെ തന്നെ ഡിസ്കൗണ്ട്. പാർ എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി ഈക്വൽ ടു ദി നോമിനൽ വാല്യൂ ആണ്. പ്രീമിയം എന്ന് പറയുമ്പോൾ മോർ ദാൻ ദി നോമിനൽ വാല്യൂ ആണ്. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ദി നോമിനൽ വാല്യൂ ആണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ദി ഷെയർ ഇഷ്യൂ ഓഫ് ഡിസ്കസ്ഡ് ബിലോ. എന്താണ്, സ്റ്റെപ്പാണ് അല്ലേ. ഷെയർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്ത് ഇഷ്യൂ ചെയ്യണം, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. മറന്നു പോകരുത്, ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. നമ്മളൊരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ ഓരോ ഘട്ടമായിട്ടാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. കമ്പനീസ് ആക്ട് 2013 പ്രോസ്പെക്ടസിനെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ 2 സബ്സെക്ഷൻ 70 ആണ്. മറന്നു പോകരുത്,
2 സബ്സെക്ഷൻ 70ൽ പ്രോസ്പെക്ടസിനെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. എന്താണെന്ന് നോക്കാം. പ്രോസ്പെക്ടസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എനി ഡോക്യുമെന്റ് വിച്ച് ഈസ് ഡിസ്ക്രൈബ്ഡ് ഓർ ഇഷ്യൂഡ് ആസ് എ പ്രോസ്പെക്ടസ്. സിമ്പിൾ അല്ലേ? എന്താണ്? എനി ഡോക്യുമെന്റ് ആണ്, ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ എനി ഡോക്യുമെന്റ് ആണ്. ഇവിടെ എന്താണ്? വിച്ച് ഈസ് ഡിസ്ക്രൈബ്ഡ് ഓർ ഇഷ്യൂഡ് ആസ് എ പ്രോസ്പെക്ടസ്. നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്ടസ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഏത് ഡോക്യുമെന്റിനെയും നമുക്ക് എന്തെന്ന് പറയാം? സെക്ഷൻ 2 സബ്സെക്ഷൻ 17 പ്രകാരം ഒരു പ്രോസ്പെക്ടസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. എ പ്രോസ്പെക്ടസ് ഈസ് എ ലീഗൽ ഡോക്യുമെന്റ് ബൈ വിച്ച് എ പബ്ലിക് കമ്പനി റൈസ്ഡ് മണി ഫ്രം ഇൻവെസ്റ്റേഴ്സ്. എന്താണ്? ഒരു പബ്ലിക് കമ്പനിക്ക് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പബ്ലിക് കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഡോക്യുമെന്റ് എന്ത് ചെയ്തിരിക്കണം? ഇഷ്യൂ ചെയ്തിരിക്കണം. അപ്പോൾ ആ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റിനെ, ലീഗൽ ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഒരു പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞത്. അപ്പോൾ കമ്പനിക്ക് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ആപ്ലിക്കേഷൻ ഫോർ ഷെയർസ് ആണ്. നമ്മൾ ഷെയറിന്റെ ആപ്ലിക്കേഷൻ വിളിക്കണം അല്ലേ? ആഫ്റ്റർ ഗോയിങ് ത്രൂ ദി പ്രോസ്പെക്ടസ് ഓഫ് ദി കമ്പനി, ഇൻട്രസ്റ്റഡ് ഇൻവെസ്റ്റേഴ്സ് അപ്ലൈസ് ഫോർ ഷെയർസ് എലോങ് വിത്ത് ദി ആപ്ലിക്കേഷൻ ഫീ. അതായത് പ്രോസ്പെക്ടസിൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം പറയൂലേ, എന്നാണ് ആപ്ലിക്കേഷൻ വിളിക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ പൈസ എത്രയാണ്, അതായത് എമൗണ്ട് എത്രയാണ്, എന്നാണ് അടയ്ക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ പ്രോസ്പെക്ടസിൽ കാണും. അത് കണ്ടതിന് ശേഷം പബ്ലിക് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, എല്ലാവരും വാങ്ങിക്കണമെന്നുണ്ടോ? ഇല്ല. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഈ ഷെയറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം എലോങ് വിത്ത് ആപ്ലിക്കേഷൻ ഫീ. മറന്നു പോകരുത്. അപ്ലൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ എന്തും കൂടെ അടച്ചിരിക്കണം? ആപ്ലിക്കേഷൻ ഫീയും കൂടെ അടച്ചിരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഷെയറിന്റെ വില എന്ന് പറയുന്നത് ഒരു 100 രൂപ. ഒരു ഷെയറിന്റെ വിലയാണ് പറയുന്നതെന്ന് വിചാരിക്കുക. ഈ 100 രൂപയും ഒരുമിച്ചല്ല കമ്പനി എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. അതിനെ പല ഇൻസ്റ്റാൾമെന്റ് ആക്കിയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ മണിയായിട്ട് കുറച്ച് എമൗണ്ട് വിളിക്കും. അതായത് ഈ ആപ്ലിക്കേഷൻ ഫീ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആപ്ലിക്കേഷൻ മണിയായിട്ട് കുറച്ച് എമൗണ്ട് വിളിക്കുന്നു. പിന്നീട് അലോട്ട്മെന്റ് മണിയായിട്ട് വിളിക്കുന്നു. പിന്നെ ഫസ്റ്റ് കോൾ ആയിട്ട് വിളിക്കുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് കോൾ ആയിട്ട് വിളിക്കുന്നു. ചിലപ്പോൾ ഫസ്റ്റ് കോളിൽ തീരും. അത് കമ്പനിയുടെ ആ ഒരു ഇഷ്ടം അനുസരിച്ചിട്ടാണ്. ഇതുപോലെ പല ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് എന്ത് കളക്ട് ചെയ്യുന്നത്? നമ്മുടെ ഷെയറിന്റെ എമൗണ്ട് പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ, അതായത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഷെയർസിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അവർ എന്തടയ്ക്കണം? ഒരു ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ചില സമയത്ത് ആപ്ലിക്കേഷൻ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത്, അതായത് ഇൻട്രസ്റ്റഡ് ഇൻവെസ്റ്റേഴ്സ് അവർ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ആ ആപ്ലിക്കേഷൻ ചില സമയത്ത് ഓവർ ആകാനും ചില സമയത്ത് അണ്ടർ ആവാനും ചാൻസ് ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. വെൻ ദി നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് ഫോർ ഈസ് മോർ ദാൻ ദി നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ്. എന്താണ് മോർ ദാൻ ദി നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ്? നമ്മുടെ കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർസിനേക്കാൾ കൂടുതൽ ആപ്ലിക്കേഷൻസ് നമുക്ക് സ്വീകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ആണ് വന്നത് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. മറന്നു പോകരുത്. എന്താണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണ്? നമ്മൾ അല്ലെങ്കിൽ കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർസിനേക്കാൾ കൂടുതൽ പബ്ലിക്ക് എന്ത് ചെയ്യാണ്? ആപ്ലിക്കേഷൻ വരികയാണ്. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ആപ്ലിക്കേഷൻ വരുമ്പോൾ അതിൽ കൂടുതൽ എണ്ണം വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞത്. എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ 100 രൂപ വിലയുള്ള ഒരു 1000 ഷെയർസ് ആണ് നമ്മുടെ കമ്പനി ഇഷ്യൂ ചെയ്തതെന്ന് വിചാരിക്കുക. 1000 ഷെയർസിനുള്ള ആ ഒരു ഓഫറാണ് കൊടുത്തത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഓഫർ കൊടുത്തു കഴിഞ്ഞു അല്ലേ? ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആപ്ലിക്കേഷൻ ഓഫ് ഷെയർസ് കിട്ടും. നമ്മൾ പറഞ്ഞ ഈ ഇൻട്രസ്റ്റഡ് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യൂലേ? അപ്ലൈ ഫോർ ഷെയർസ് ചെയ്യും. ഷെയർസിന് വേണ്ടിയിട്ട് അവർ അപ്ലൈ ചെയ്യും. ആ ആപ്ലിക്കേഷൻ നോക്കുന്ന സമയത്ത് 1000 നമ്മൾ ഇഷ്യൂ ചെയ്തെങ്കിലും ഒരു 1500 ആപ്ലിക്കേഷൻ നമുക്ക് വരികയാണെങ്കിൽ ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞത്. കാരണം എന്താ? കമ്പനി ഇഷ്യൂ ചെയ്തത് 1000 ഷെയർസ്, 1000 നമ്പർ ഓഫ് ഷെയർസേ ഉള്ളൂ. പക്ഷേ നമ്മുടെ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ആപ്ലിക്കേഷൻ വന്നത് എത്രയാണ്? 1500 അല്ലെങ്കിൽ അതിനേക്കാൾ, അതായത് 1000-നേക്കാൾ മുകളിലുള്ള ഒരു സംഖ്യയിലുള്ള ആപ്ലിക്കേഷൻ ആണ് വന്നത് എങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം? ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാം. ഇതുപോലെ തന്നെ നേരെ തിരിച്ചും സംഭവിക്കാം അല്ലേ? എന്താണ്? ദ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ദി ഇഷ്യൂ ഷെയർസ് ഈസ് ലെസ് ദാൻ ദി എക്സ്പെക്റ്റഡ്. എന്താണ്? നമ്മൾ ഇഷ്യൂ ചെയ്ത, കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർസിനേക്കാൾ
കുറവാണ് ആപ്ലിക്കേഷൻ വന്നത് എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ? കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർസിനേക്കാൾ കുറവാണ് നമ്മുടെ പബ്ലിക് എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അതിനെ നമുക്ക് പറയാൻ പറ്റുന്ന പേരെന്താണ്? അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആണ്. സെയിം എക്സാമ്പിളിൽ 1000 നമ്മൾ ഇഷ്യൂ ചെയ്ത സമയത്ത് ഒരു 750 ആപ്ലിക്കേഷനെ വന്നിട്ടുള്ളൂ എങ്കിൽ ഈ ഒരു പ്രതിഭാസത്തെ നമുക്ക് എന്തെന്ന് പറയാം? അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ്? രണ്ട് ടേം നമ്മൾ പറഞ്ഞു, ഓവർ സബ്സ്ക്രിപ്ഷനും അണ്ടർ സബ്സ്ക്രിപ്ഷനും. ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്യൂ ചെയ്തതിനേക്കാൾ കൂടുതൽ. ഓവർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ഇഷ്യൂ ചെയ്തതിനേക്കാൾ കൂടുതലാണ് എന്ത്? ആപ്ലിക്കേഷൻ വന്നത് എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാം. ഇനി ഇഷ്യൂ ചെയ്തതിനേക്കാൾ കുറവാണ് ആപ്ലിക്കേഷൻ വന്നത് എങ്കിൽ അതിനെ നമുക്ക് അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാം. ദ എമൗണ്ട് പെയ്ഡ് ഫോർ ദി ആപ്ലിക്കേഷൻ മണി മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 5% ഓഫ് ദി നോമിനൽ എമൗണ്ട് ഓഫ് ദി ഷെയർ. എന്താണ്? നമ്മൾ ആപ്ലിക്കേഷൻ മണിയായിട്ട് സ്വീകരിക്കേണ്ടത് ഉറപ്പായിട്ടും എന്താണ്? അറ്റ്ലീസ്റ്റ് 5% അല്ലെങ്കിൽ 5% നമ്മുടെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസിന്റെ 5% നമ്മൾ എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ മണിയായിട്ട് സ്വീകരിക്കണം. നമ്മളിവിടെ 100 രൂപയാണ് ഒരു ഷെയറിന്റെ വില എന്ന് പറഞ്ഞു അല്ലേ? ആ 100ന്റെ 5% എന്തായിരിക്കണം? ആപ്ലിക്കേഷൻ മണിയായിട്ട് സ്വീകരിക്കണം. അതിൽ കുറവ് പറ്റില്ല, കൂടുതൽ പറ്റും. അപ്പോൾ അറ്റ്ലീസ്റ്റ് 5% നമ്മുടെ ഷെയറിന്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂവിന്റെ അറ്റ്ലീസ്റ്റ് 5% എന്തായിട്ട് സ്വീകരിക്കണം? ആപ്ലിക്കേഷൻ മണിയായിട്ട് സ്വീകരിക്കണം. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോർ ഷെയറിന്റെ കൂടെയാണ്, അതായത് ഒരു ഷെയറിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെയാണ് എന്ത് സ്വീകരിക്കുന്നത്? ആപ്ലിക്കേഷൻ മണി സ്വീകരിക്കുന്നത്. പല ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ പറഞ്ഞു. ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി, അതുപോലെ തന്നെ കോൾ മണി. കോൾ മണിക്കകത്ത് ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ അങ്ങനെ വരാം. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുമ്പോൾ, അതായത് അപ്ലൈ ഫോർ ഷെയർ ചെയ്യുമ്പോൾ തന്നെ അവർ എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ മണി അടയ്ക്കണം. ആ ആപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് നമ്മുടെ ഷെയറിന്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂവിന്റെ 5% എങ്കിലും വേണം, അതിൽ കുറയാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ രണ്ട് ടേം പറഞ്ഞു, ഓവർ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ അണ്ടർ സബ്സ്ക്രിപ്ഷനും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ആണ്. അതായത് ഇപ്പൊ അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് എന്ത് കൊടുക്കണം? ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കണം. കമ്പനി ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മളൊരു ഓഫറാണ് വെച്ചത്. അപ്പോൾ അവർ ആപ്ലിക്കേഷൻ വന്നു അല്ലെങ്കിൽ അപ്ലൈ ഫോർ ഷെയർസ് നൽകി. അതിനുശേഷം എന്ത് നൽകുന്നു? ഒരു അലോട്ട്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് മീൻസ് ഗ്രാൻഡിങ് ഓഫ് ഷെയർസ് ടു ദി ആപ്ലിക്കൻസ്. എന്താണ്? ഷെയർ അപ്ലൈ ചെയ്തവർക്ക് അത് ഗ്രാൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അത് എങ്ങനെയായിരിക്കണം? ഓൺ ദി ബേസിസ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ബൈ ദം. എന്താണ്? പബ്ലിക് എത്രമാത്രമാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത് അതിന്റെ ബേസിൽ ഓരോ ആപ്ലിക്കൻസിനും എന്താണ്? ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഷെയർ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞത്. ബിഫോർ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് എന്താണ്? ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇറ്റ് ഈസ് ടു ബി assured that the company has received minimum subscription. എന്താണ്? നമ്മൾ ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ കമ്പനി എന്ത് അഷ്വർ ചെയ്തിരിക്കണം? അവർക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ ഉറപ്പായി എന്ന് എന്തിരിക്കണം? ഉറപ്പാക്കണം. മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായി എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത ആർക്കാണ്? കമ്പനിക്കാണ്. അത് ഉറപ്പായെങ്കിൽ മാത്രമേ കമ്പനി എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് ഷെയർ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ എന്ത് മനസ്സിലാക്കണം അല്ലെങ്കിൽ എന്ത് അഷ്വർ ചെയ്യണം? മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായോ എന്ന് നമ്മൾ അഷ്വർ ചെയ്യണം. കമ്പനി അഷ്വർ ചെയ്യണം. ആഫ്റ്റർ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ബൈ ദി കമ്പനി ദ ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ടു പേ ദി റിമൈനിങ് എമൗണ്ട് ഡ്യൂ ഓൺ ഷെയർസ് അക്കോർഡിംഗ് ടു ദി പ്രൊസീജിയർ മെൻഷൻഡ് ഇൻ ദി പ്രോസ്പെക്ടസ്. അതായത് നമ്മളിവിടെ മിനിമം സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഉറപ്പാക്കി, അതായത് കമ്പനിക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യും? കമ്പനി അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് നടത്തും. അങ്ങനെ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് നടത്തുകയാണെങ്കിൽ ആ അലോട്ട്മെന്റിന് ശേഷം എന്ത് ചെയ്യണം? അലോട്ട്മെന്റിന് ശേഷം ഈ ആപ്ലിക്കൻസ് ആരായിട്ട് മാറും? ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് മാറും ഇല്ലേ? കാരണം ഷെയർ കിട്ടിയവർക്ക് ഇനി അവർ ആപ്ലിക്കൻസ് അല്ല, അവർ ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഈ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യണം? ബാക്കിയിരിക്കുന്ന എമൗണ്ട് ഉണ്ടല്ലോ, നമ്മളൊരു 5% അറ്റ്ലീസ്റ്റ് ഒരു 5% ആണ് നമ്മൾ ആപ്ലിക്കേഷൻ മണിയായിട്ട് സ്വീകരിച്ചത്. ബാക്കി ഒരു 95%ഉം നമുക്കിനി എന്താണ്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് കമ്പനിക്ക് തരാനുണ്ട് അല്ലേ?
അപ്പോൾ അതായത് ആ ബാക്കിയിരിക്കുന്ന 95% നമ്മുടെ കമ്പനി എന്ത് ചെയ്യണം, അതായത് പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്യുന്ന രീതിയിൽ ആ ഷെയർ ഹോൾഡേഴ്സ് ബാക്കിയുള്ള എമൗണ്ട് തരാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അലോട്ട്മെന്റ് ഓഫ് ഷെയർസിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാൻഡിങ് ഓഫ് ഷെയർസ് ടു ദി ആപ്ലിക്കൻസ് ആണ്. അതുപോലെ തന്നെ ഈ അലോട്ട്മെന്റ് പ്രൊസീജിയറിന് മുന്നേ തന്നെ എന്ത് ഉറപ്പാക്കണം കമ്പനി? മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായി എന്ന് ഉറപ്പാക്കുക. അതുപോലെ തന്നെ അലോട്ട്മെന്റിന് ശേഷം എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ടു പേ ദി റിമൈനിങ് എമൗണ്ട്, അതായത് ആപ്ലിക്കേഷൻ മണിയായിട്ട് സ്വീകരിച്ചത് കൂടാതെ ബാക്കി എത്ര എമൗണ്ട് ആണോ കൊടുക്കാനുള്ളത് അത് ആര് നൽകണം? ഷെയർ ഹോൾഡേഴ്സ് നൽകണം. എങ്ങനെയായിരിക്കണം? അക്കോർഡിംഗ് ടു ദി പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ പ്രൊസീജിയർ മെൻഷൻഡ് ഇൻ ദി പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ അനുസരിച്ച് ചിലപ്പോൾ ആപ്ലിക്കേഷൻ മണിയായിട്ട് സ്വീകരിച്ചതിന്റെ ബാക്കി അലോട്ട്മെന്റ് മണിയും ഫസ്റ്റ് കോളും മാത്രമായിരിക്കും, ചിലപ്പോൾ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ആയിരിക്കും. അത് എന്താണോ പ്രോസ്പെക്ടസിൽ എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് എന്ത് കൊടുക്കണം? ബാക്കിയിരിക്കുന്ന റിമൈനിങ് എമൗണ്ട് പേ ചെയ്യേണ്ടതാണ്. അവിടെയാണ് നമ്മൾ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് പറയുന്നത്. ഇനി നമ്മുടെ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് കഴിഞ്ഞാൽ നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പാണ് ലെറ്റർ ഓഫ് അലോട്ട്മെന്റ് അല്ലെങ്കിൽ ലെറ്റർ ഓഫ് റിഗ്രറ്റ്. എന്താണ് അലോട്ട്മെന്റ്? അതായത് ആർക്കൊക്കെയാണോ അലോട്ട് ചെയ്തത് അവർക്ക് നമുക്ക് ലെറ്റർ ഓഫ് അലോട്ട്മെന്റ് കൊടുക്കാം. അതുപോലെ തന്നെ ആരെയൊക്കെയാണോ നമ്മുടെ കമ്പനി റിഗ്രറ്റ് ചെയ്തത്, അലോട്ട്മെന്റിൽ നിന്ന് റിഗ്രറ്റ് ചെയ്തത്, അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ലെറ്റർ ഓഫ് റിഗ്രറ്റ് കൊടുക്കണം. അപ്പൊ ഏത് സ്റ്റേജിലാണ് ഇത് നൽകേണ്ടത് നമുക്ക് നോക്കാം. ദ നെക്സ്റ്റ് സ്റ്റേജ് ഇൻ ദി ഇഷ്യൂ ഷെയർസ് ഈസ് ഡിസ്പാച്ചിങ് ലെറ്റർ ഓഫ് അലോട്ട്മെന്റ് ടു ദോസ് ആപ്ലിക്കന്റ് ടു ഹൂം ഷെയർസ് ഹാവ് ബീൻ അലോട്ടഡ്. എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ലെറ്റർ ഓഫ് അലോട്ട്മെന്റ് ആർക്ക് നൽകണം? ആർക്കാണോ, അതായത് അപ്ലൈ ചെയ്തതിൽ ആർക്കാണോ ഷെയർ അലോട്ട് ചെയ്തത് അവർക്ക് എന്ത് നമ്മൾ ഡിസ്പാച്ച് ചെയ്യണം? ലെറ്റർ ഓഫ് അലോട്ട്മെന്റ് ഡിസ്പാച്ച് ചെയ്യണം. അപ്പൊ ലെറ്റർ ഓഫ് അലോട്ട്മെന്റ് കിട്ടുന്ന ആർക്കായിരിക്കും? ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും അല്ലേ? അതായത് അവരുടെ ആപ്ലിക്കേഷൻ സ്വീകരിച്ച് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിനാണ് എന്ത് കിട്ടുന്നത്? ലെറ്റർ ഓഫ് അലോട്ട്മെന്റ് കിട്ടുന്നത്. അപ്പോൾ എന്തായിരിക്കും ലെറ്റർ ഓഫ് റിഗ്രറ്റ് എന്ന് പറഞ്ഞത്? ലെറ്റർ ഓഫ് റിഗ്രറ്റ് ആർ ടു ബി സെൻഡ് ടു ഹൂം ഷെയർസ് ആർ നോട്ട് അലോട്ടഡ്. എന്താണ് ഷെയർ അലോട്ട് ചെയ്യാത്ത? നമ്മൾ പറഞ്ഞു ഓവർ സബ്സ്ക്രിപ്ഷൻ ഒക്കെ വരുന്ന സമയത്ത് എല്ലാവർക്കും കൂടെ കൊടുക്കാൻ ഷെയർസ് കാണുമോ? ഇപ്പൊ നമ്മൾ 1000 ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു 1500 വരികയാണെങ്കിൽ ഈ 500 ഷെയർ എക്സ്ട്രാ അവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ അത് എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ? അതായത് അത്രയും ഷെയർ ഇനി ഇല്ല, ഇത്രയും പേർക്ക് തരാനുള്ള ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്ന സമയത്ത് ആ ഷെയർസിന്റെ ആപ്ലിക്കേഷൻ മണി നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ അവർക്ക് എന്തയക്കണം? ലെറ്റർ ഓഫ് റിഗ്രറ്റ്. കാരണം അവർക്ക് ആപ്ലിക്കേഷൻ മണി അവരുടെ ആപ്ലിക്കേഷൻ മണി സ്വീകരിക്കുന്നില്ല. കാരണം എന്താണ്? അത്രയും ഷെയർസ് നമുക്കില്ല, അതുകൊണ്ട് നിങ്ങളെ നമ്മുടെ ഷെയർ ഹോൾഡർ ആക്കുന്നില്ല, ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് നൽകണം? ലെറ്റർ ഓഫ് റിഗ്രറ്റ് നൽകണം. അപ്പൊ ലെറ്റർ ഓഫ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ആർക്കാണോ ഷെയർ അലോട്ട് ചെയ്ത് നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആക്കിയത് അവർക്കാണ് ലെറ്റർ ഓഫ് അലോട്ട്മെന്റ് കൊടുക്കുന്നത്. പക്ഷേ ലെറ്റർ ഓഫ് റിഗ്രറ്റ് ആർക്കാണ് കൊടുക്കുന്നത്? നമുക്ക് ആപ്ലിക്കേഷൻ, അതായത് ആപ്ലിക്കേഷൻ വന്നു പക്ഷേ ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കാത്ത, ഷെയർസ് ആർ നോട്ട് അലോട്ടഡ് എന്നാണ് പറഞ്ഞത്, ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കാത്ത വ്യക്തികൾക്കാണ് എന്ത് ഡിസ്പാച്ച് ചെയ്യേണ്ടത്? ലെറ്റർ ഓഫ് റിഗ്രറ്റ് ഡിസ്പാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചു, ലെറ്റർ ഓഫ് അലോട്ട്മെന്റും ലെറ്റർ ഓഫ് റിഗ്രറ്റും. ഇനി അതിനുശേഷം നമുക്ക് വരുന്ന നമ്മുടെ 5ാമത്തെ സ്റ്റെപ്പാണ് മേക്കിംഗ് കോൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആപ്ലിക്കേഷൻ മണി മാത്രമാണ് ആപ്ലിക്കേഷന്റെ കൂടെ സ്വീകരിക്കുന്നത്, ബാക്കിയുള്ളത് പല പല കോൾസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കമ്പനി ഡിമാൻഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ ഓരോ കോളും വിളിക്കുക എന്നുള്ളതാണ് നമ്മുടെ 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എ കോൾ ഈസ് എ ഡിമാൻഡ് മെയ്ഡ് ബൈ ദി കമ്പനി ഓൺ ഇറ്റ്സ് മെമ്പേഴ്സ് ടു പേ ദി ഹോൾ ഓർ പാർട്ട് ഓഫ് ദി അൺപെയ്ഡ് എമൗണ്ട് ഓൺ ഷെയർസ് ഹെൽഡ് ബൈ ദം. എന്താണ് പറഞ്ഞത്? കോൾ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് മെയ്ഡ് ബൈ ദി കമ്പനിയാണ്. അതായത് കമ്പനി ഡിമാൻഡ് ചെയ്യാണ് നിങ്ങൾ തരാനുള്ള, അതായത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് തരാനുള്ള ഫുൾ എമൗണ്ടോ അല്ലെങ്കിൽ പാർട്ട് എമൗണ്ടോ, ഇനി തരാനിരിക്കുന്ന എമൗണ്ടിന്റെ ഫുള്ളായിട്ടോ പാർട്ടായിട്ടോ അത് കമ്പനി തീരുമാനിച്ചിരിക്കും, പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കും. അത് ഡിമാൻഡ് ചെയ്യുന്നതിനെയാണ്, കമ്പനി ഡിമാൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? മേക്കിംഗ് കോൾസ് എന്ന് പറഞ്ഞത്. അപ്പോൾ കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡിമാൻഡ് മെയ്ഡ് ബൈ എ കമ്പനി ഓൺ ഇറ്റ്സ് മെമ്പേഴ്സ് to pay the whole or part of the unpaid amount on shares held by them. അതായത് അവർക്ക് ഷെയർ അലോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ 10 രൂപയുടെ ഷെയർ അല്ലെങ്കിൽ 100 രൂപയുടെ ഷെയർ അലോട്ട് ചെയ്ത് കൊടുത്തപ്പം ഒരു 10 രൂപ മാത്രമായിരിക്കും സ്വീകരിച്ചത്, ബാക്കി 90 രൂപ എന്താണ്? അൺപെയ്ഡ് എമൗണ്ട് ആണ്. ആ 90നെ പല ഘട്ടങ്ങളായിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ നമ്മുടെ കമ്പനി ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഡിമാൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? കോൾ എന്ന് പറഞ്ഞത്. ദ കമ്പനി ക്യാൻ കളക്ട് എമൗണ്ട് ഡ്യൂ ഫ്രം മെമ്പേഴ്സ് ഇൻ 2 or 3 ഇൻസ്റ്റാൾമെന്റ്. എന്താണ്? നമ്മുടെ കമ്പനിക്ക് ബാക്കിയുള്ള അൺപെയ്ഡ് ആയിട്ടുള്ള ആ ഒരു എമൗണ്ട് മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുക അല്ലെ? അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ അതൊരു 2 or 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അതിനെ നമ്മൾ വിളിച്ച പേര് ഫസ്റ്റ് കോൾ,
സെക്കൻഡ് കോൾ ആൻഡ് ഫൈനൽ കോൾ എന്നാണ്. ആപ്ലിക്കേഷനും ഉണ്ട്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ആദ്യമേ സ്വീകരിക്കും, പിന്നീട് അലോട്ട്മെന്റ് ഉണ്ട്, അലോട്ട്മെന്റ് മണി, അതുപോലെ തന്നെ ഫസ്റ്റ് കോള്, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ, അങ്ങനെ 2 or 3 എന്താണ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കമ്പനിക്ക് ബാലൻസ് ഇരിക്കുന്ന എമൗണ്ട് നമ്മുടെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയാണ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഷെയർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റെപ്പ് ഇത്രയാണ്. ഇത് നിങ്ങൾ കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്, കമ്പനി ലോയിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ അക്കൗണ്ടൻസിയിൽ എന്താണ് എങ്ങനെയൊക്കെയാണ് ഇത് രേഖപ്പെടുത്തേണ്ടത്, ഇതിന്റെ ജേണൽ എൻട്രീസ് എന്തൊക്കെയാണ് എന്നാണ് പഠിച്ചിരിക്കേണ്ടത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഇതിന്റെ ഒരു തിയറി പാർട്ടായിരുന്നു. ഇനി നമ്മൾ അക്കൗണ്ടിങ്ങിലേക്ക് പോവുകയാണ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓഫ് ഇഷ്യൂ ഷെയർസ്, അതായത് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ ജേണൽ എൻട്രീസ് എങ്ങനെയാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുത്തി എഴുതേണ്ടത് എന്ന് നോക്കാം. ആദ്യത്തേതാണ് ഓൺ റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ മണി. എന്താണ്, നമ്മൾ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയാണ്. ആപ്ലിക്കേഷൻ സ്വീകരിക്കുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു, ഒരു ആപ്ലിക്കേഷൻ ഫീ അവർ അടയ്ക്കണമെന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മണി നമ്മൾക്ക് എന്താണ് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ പൈസ കളക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ക്യാഷ് ഓർ ബാങ്ക് ആണ്, നമ്മുടെ ബാങ്കിൽ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്തായിരിക്കും എമൗണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. എന്താണ്, ബാങ്കിൽ എമൗണ്ട് വരികയല്ലേ, ആലോചിച്ച് നോക്കുക. ബാങ്ക് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ബാങ്ക് എന്ന് പറയുന്നത് അസറ്റ് ആണ്, അസറ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. അത്രയും രൂപ, അതായത് ആപ്ലിക്കേഷൻ മണിയായിട്ട് വന്ന അത്രയും എമൗണ്ട് ബാങ്കിൽ ഇങ്ങനെ കൂടിയില്ലേ, ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൂടി. ആരാണ് തന്നത്, ഷെയർ ആപ്ലിക്കേഷൻ മണിയായിട്ട് നമ്മുടെ ആപ്ലിക്കൻസ് ആണ് തന്നത്. അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി എന്താണ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഉണ്ട്, ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഫൈനൽ കോൾ അക്കൗണ്ടുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പ്രോസ്പെക്ടസിൽ പറയും. അപ്പോൾ ആദ്യം തന്നെ ആപ്ലിക്കേഷൻ മണിയായിട്ട് സ്വീകരിക്കുമ്പോൾ ഓൺ റെസീറ്റ് ഓഫ് ആപ്ലിക്കേഷൻ മണി ആകുമ്പോൾ നമ്മുടെ ജേണൽ എൻട്രി എന്താണ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ഇനി ഈ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ടിന് അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ മണിയെ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. മറന്നു പോകരുത്, നമുക്ക് പൈസ ആദ്യം ആപ്ലിക്കേഷൻ മണി സ്വീകരിച്ചാൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ, അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ മണിയെ നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താണ്, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. അതായത് ഇവിടെ ക്രെഡിറ്റ് ചെയ്ത ഷെയർ ആപ്ലിക്കേഷനെ നമ്മൾ ഇവിടെ ഡെബിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാം, അതായത് ക്യാൻസൽ ആയി പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. കറക്റ്റ് എമൗണ്ട് ഡെബിറ്റിലും ക്രെഡിറ്റിലും വന്നാൽ ആ അക്കൗണ്ട് എന്തായി, ക്യാൻസൽ ആയി പോയി. അപ്പോൾ ഫൈനൽ എൻട്രി എന്തായിരിക്കും, ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. എന്താണ്, നമ്മുടെ കമ്പനിയുടെ ബാങ്കിലും എമൗണ്ട് കൂടി, ക്യാപിറ്റലും കൂടി. ബാങ്ക് കൂടിയതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു, ക്യാപിറ്റൽ കൂടിയതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് വന്നു. പക്ഷെ നിങ്ങൾ ഈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ആദ്യം നമ്മൾ റെസിപ്റ്റ് നടത്തുന്ന സമയത്ത് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ. ഇനി ഇത് ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ആണ് ചെയ്യേണ്ടത്. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ 2 ജേണൽ എൻട്രി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. ഇനി നമുക്ക് എന്താണ്, ഓൺ അലോട്ട്മെന്റ് ഡ്യൂ. നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, പല സ്റ്റെപ്പുകളായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. ആപ്ലിക്കേഷൻ മണി ആദ്യം വന്നു, ഇനി അലോട്ട്മെന്റ് ഡ്യൂ ആവുകയാണ് ചെയ്യുന്നത്. അലോട്ട്മെന്റ് ഡ്യൂ ആകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജേണൽ എൻട്രി, ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. അതായത് ഇവിടെ എഴുതിയ പോലെ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. ആപ്ലിക്കേഷൻ വരെ എന്തായി മാറി, അലോട്ട്മെന്റ് ആയിട്ട് മാറി, അതായത് ഡ്യൂ ആവുകയാണ്. നേരത്തെ എന്താണ്, ആദ്യം തന്നെ റിസീവ് ആവുമായിരുന്നു അല്ലേ, നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ തന്നെ പൈസ കിട്ടുമായിരുന്നു ചെയ്യുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ കോൾസിലും എന്താണ്, ഓരോ കോൾസിലും ആദ്യം ഡ്യൂ ആവുന്നു, അതിനുശേഷം ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഈ 2 ജേണൽ എൻട്രിയിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം ഉള്ളത്. അവിടെ ഡ്യൂ ആവുന്നില്ല, പകരം ഡയറക്റ്റ് എന്താണ്, നമുക്ക് പൈസ കിട്ടുകയാണ്. ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ മണിയും കിട്ടുകയാണ്. സോ നമുക്ക് ആദ്യം തന്നെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ എന്നും അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ എന്നും പഠിക്കാം. രണ്ടാമത് അലോട്ട്മെന്റിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ഡ്യൂ ആവുകയാണ് ചെയ്യുന്നത്. ഡ്യൂ ആവുമ്പോൾ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. ഇനി ഡ്യൂ ആയത് ആര് തരണം, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് നമുക്ക് പൈസ തരും അല്ലേ. അങ്ങനെ തരുമ്പോൾ എന്തായിരിക്കും, ഓൺ റെസീറ്റ് ഓഫ് അലോട്ട്മെന്റ് മണി കിട്ടുകയാണ്. അപ്പോൾ ആദ്യം ഡ്യൂ ആയപ്പോൾ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. ഇനി ഇത് റിസീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെ കൂടും, പൈസ കിട്ടുവാണെങ്കിൽ എവിടെ കൂടും, ബാങ്കിൽ കൂടും. ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ അലോട്ട്മെന്റ്. മറന്നു വരുത്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ അലോട്ട്മെന്റ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ പൈസ കിട്ടി, അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ. ദെൻ
ട്രാൻസ്ഫർ ചെയ്യുന്നു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. അലോട്ട്മെന്റ് മണി ഡ്യൂ ആകുമ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. ദെൻ അത് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ അലോട്ട്മെന്റ് എന്നാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്ത നമ്മുടെ പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത് മേക്കിംഗ് ഫസ്റ്റ് കോള്. എന്താണ്? ഫസ്റ്റ് കോള് വിളിക്കുകയാണ്. ഫസ്റ്റ് കോള് ഡ്യൂ ആവുന്നു അല്ലെങ്കിൽ ഫസ്റ്റ് കോള് വിളിക്കുമ്പോൾ എന്തായിരിക്കും ജേർണൽ എൻട്രി വരേണ്ടത്? ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. അതായത് രണ്ടാമത് പറഞ്ഞ അതേപോലത്തെ തന്നെയാണ്. അലോട്ട്മെന്റിന് വരെ എന്തായി മാറി? ഫസ്റ്റ് കോൾ എന്നായി. ബാക്കിയെല്ലാം സെയിം ആണ്. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. ഇനി ഇത് വിളിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും? പൈസ നമുക്ക് തരും. കമ്പനിക്ക് പൈസ കിട്ടുകയാണ് ചെയ്യുന്നത്. ഓൺ റെസീറ്റ് ഓഫ് ഫസ്റ്റ് കോൾ മണി. ഫസ്റ്റ് കോൾ മണി റെസീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ജേർണൽ എൻട്രി എഴുതേണ്ടത്? റിസീവ് ചെയ്യുമ്പോൾ നമ്മുടെ എവിടെ കൂടും? ബാങ്കിൽ കൂടും. ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. അപ്പോൾ ഓരോന്നും ആ ഒരു പെയർ ആയിട്ടാണ് നിങ്ങൾ പഠിക്കുക കേട്ടോ. അതായത് ഫസ്റ്റ് കോളായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ജേർണൽ എൻട്രീസ് ആണ് നമുക്ക് വരുന്നത്. എന്താണ്? ആദ്യം ഡ്യൂ ആവുന്നു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. അതിനുശേഷം അത് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ഫസ്റ്റ് കോൾ. ഇതുപോലെ തന്നെയായിരുന്നു നമ്മൾ അലോട്ട്മെന്റിലും പറഞ്ഞത്. പക്ഷെ ആപ്ലിക്കേഷനിൽ മാത്രം ആദ്യം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു, അതിനുശേഷമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം ഓർത്തിരിക്കുക. അപ്പോൾ ഫസ്റ്റ് കോളിന്റെ കേസിൽ എങ്ങനെയാണ്? ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. അതിനുശേഷം റെസീപ്റ്റ് ആവുന്ന സമയത്ത് ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. ഇനി മേക്കിംഗ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. എന്താണ്? നമ്മൾ നമ്മുടെ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മേക്ക് ചെയ്യണം അല്ലെങ്കിൽ ഡ്യൂ ആവുകയാണ് ചെയ്യുന്നത്. എന്തായിരിക്കും? ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ ആണ്. നേരത്തെ ഫസ്റ്റ് കോളിന് പകരം എന്തായി മാറി? സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ആയി മാറി ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ അല്ലേ ഇത് ഇൻക്രീസ് ആവുന്നത്, അതുകൊണ്ട് തന്നെ ഷെയർ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഓൺ മേക്കിംഗ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിൽ എന്താണ് ജേർണൽ എൻട്രി? ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. ഇനി ഇത് റിസീവ് ചെയ്യുമ്പോൾ എവിടെ കിട്ടും? ബാങ്കിലാണ് കൂടുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. അപ്പോൾ ഇവിടുത്തെ എൻട്രി എന്തായിരിക്കും? ഇത് രണ്ടും ഡെബിറ്റിലും ക്രെഡിറ്റിലും വരുന്നതുകൊണ്ട് പോകും. അപ്പം അൾട്ടിമേറ്റ് ആയിട്ട് വരുന്ന എന്തായിരിക്കും? ബാങ്കിലും കൂടി ഷെയർ ക്യാപിറ്റലും നമ്മുടെ ബിസിനസിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലും ഇൻക്രീസ് ആയി. ഓരോ കോൾ വിളിക്കുമ്പോഴും നമ്മുടെ ഷെയർ ക്യാപിറ്റൽ എന്തായിക്കൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. കാരണം ആദ്യം ആപ്ലിക്കേഷൻ മണിയായിട്ട് 100 രൂപയിൽ ഒരു 10 രൂപ തന്നു, ബാക്കി 90 രൂപ തരാനുണ്ട്. പിന്നീട് ആപ്ലിക്കേഷൻ കഴിഞ്ഞു, അലോട്ട്മെന്റിൽ ഒരു 20 രൂപ വിളിച്ചു. അങ്ങനെ ബാലൻസ് ഇരിക്കുന്ന എമൗണ്ട് ഫസ്റ്റ് കോൾ ആൻഡ് സെക്കൻഡ് കോൾ, ഫൈനൽ കോൾ, ഇങ്ങനെ ഒരു 4 ഇതിലായിട്ട് എന്താണ് വിളിച്ച് തീർക്കാണ് ചെയ്യുന്നത്. അങ്ങനെ കിട്ടും തോറും എന്താണ്? ബാങ്കിലും കൂടും, അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റലും ആണ് കൂടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് കട്ട് ചെയ്ത് വരുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ ആയിരിക്കും വരുന്നത്. ഓരോ കോളും നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആപ്ലിക്കേഷൻ സ്വീകരിച്ചു, അലോട്ട്മെന്റ് ഡ്യൂ ആയി അലോട്ട്മെന്റ് റിസീവ് ആയി, ദെൻ ഫസ്റ്റ് കോൾ ഡ്യൂ ആയി, അത് റിസീവ് ആയി. അതിനുശേഷം സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആവുന്നു, അത് റിസീവ് ആവുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു ഹെഡാണ് കോൾസ് ഇൻ അരിയർ. നമ്മൾ ഷെയർ ക്യാപിറ്റലിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് കോൾസ് ഇൻ അരിയറിനെ പറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞതാണ്. അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ആണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് കോൾസ് ഇൻ അരിയർ എന്ന് അറിയാലോ? ഇറ്റ് ഓഫൻ ഹാപ്പൻസ് ദാറ്റ് സം ഷെയർ ഹോൾഡേഴ്സ് ഫെയിൽ ടു പേ ദി അലോട്ട്മെന്റ്. എന്താണ്? സം ഷെയർ ഹോൾഡേഴ്സ് fail to pay the allotment or call money due by them to the company on the due date. എന്താണ്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൽ ചില ആൾക്കാർ നമ്മുടെ കമ്പനി അലോട്ട്മെന്റ് മണി വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ബാക്കിയുള്ള കോൾ മണി വിളിക്കുന്ന സമയത്തോ അടയ്ക്കാതെ ഇരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞത്. നമ്മുടെ കമ്പനി ഓരോ ഡേറ്റ് വെച്ചിട്ടാണ് എന്തൊക്കെ വിളിക്കുന്നത്? അലോട്ട്മെന്റ് വിളിക്കും, അതിനുശേഷം ഫസ്റ്റ് കോൾ വിളിക്കും, പിന്നെ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ വിളിക്കും. അപ്പൊ അതിനെല്ലാം എന്തുണ്ട്? ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ട്. ആ ഡ്യൂ ഡേറ്റിൽ എന്താണ്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൽ കുറച്ച് പേരെങ്കിലും അടയ്ക്കാതെ ഇരിക്കുകയാണെങ്കിൽ ആ പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞത്. ദ ടോട്ടൽ ഓഫ് സച്ച് അൺപെയ്ഡ് എമൗണ്ട് ഈസ് നോൺ ആസ് കോൾസ് ഇൻ അരിയർ. എന്താണ്? ഇതുപോലെ അടയ്ക്കാതെ ഇരിക്കുന്ന എമൗണ്ടിന്റെ ടോട്ടലിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു 100 ഷെയർസ് വാങ്ങിച്ച വ്യക്തികൾ സെക്കൻഡ് കോൾ അടച്ചില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ആ 100 ഷെയർസിന് എത്രയാണോ സെക്കൻഡ് കോൾ മണി അത് ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൾസ് ഇൻ അരിയർ കിട്ടും. മറന്നു പോകരുത്. എത്രയാണോ അടയ്ക്കാനുള്ളത്, അത് എത്ര ഷെയർസ് ആണോ പർച്ചേസ് ചെയ്തത് അതിന്റെ ടോട്ടലിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ഷോൺ ആസ് എ ഡിഡക്ഷൻ ഫ്രം എന്താണ്? ഇറ്റ് ഈസ് ഷോൺ ആസ് എ ഡിഡക്ഷൻ ഫ്രം കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഓൺ ദി ലൈബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. എന്താണ്? ബാലൻസ് ഷീറ്റിലെ നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എഴുതൂലേ?
പല ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞില്ലേ, ഓതറൈസ്ഡ്, ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ്, കോൾഡ് അപ്പ് ഒക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ആ കോൾഡ് അപ്പ് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിൽ എഴുതുമ്പോൾ എന്ത് കാണിക്കണം, നമ്മൾ ഈ കോൾസ് ഇൻ അരിയർ കുറച്ച് കാണിക്കണം. കാരണം അത് കോൾ ചെയ്തെങ്കിൽ അത് കിട്ടിയോ? ഇല്ല. അപ്പോൾ അത് കിട്ടാതിരിക്കുന്ന എമൗണ്ട് ആണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് കാണിക്കണം? കുറച്ച് ഡിഡക്റ്റ് ചെയ്താണ് കാണിക്കേണ്ടത്. മറന്നുപോകരുത്. ഇറ്റ് ഈസ് ഷോൺ ആസ് എ ഡിഡക്ഷൻ ഫ്രം ദി കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഓൺ ദി ലൈബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഇനി എന്താണ്? വേറെ കമ്പനി മെയിൻറ്റെയിൻസ് എ കോൾ ഇൻ അരിയർ അക്കൗണ്ട്, ദ ജേണൽ എൻട്രി ഈസ് ഫോളോസ്. അതായത് കോൾസ് ഇൻ അരിയർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ഈ കോൾസ് ഇൻ അരിയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ജേണൽ എൻട്രി ആണ് എഴുതേണ്ടത്? നമുക്ക് നോക്കാം. കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ അലോട്ട്മെന്റ് ഓർ പർട്ടിക്കുലർ കോൾ അക്കൗണ്ട്. അതായത് കോൾസ് ഇൻ അരിയറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. കാരണം എന്താണ്? നമുക്കുണ്ടായ ഒരു നഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ നഷ്ടമാണ് അല്ലേ, നഷ്ടത്തെ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. സോ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ അലോട്ട്മെന്റ് ഓർ പർട്ടിക്കുലർ കോള്. അതായത് ഏത് സ്റ്റെപ്പിലാണ് എന്ന് നമ്മൾ നോക്കുക. ഇപ്പോൾ ഷെയർ അലോട്ട്മെന്റിന്റെ സമയത്തെ കുറച്ച് വ്യക്തികൾ, ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്തില്ല, എമൗണ്ട് പേ ചെയ്തില്ല എങ്കിൽ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ അലോട്ട്മെന്റ്. ഇനി ഫസ്റ്റ് കോളിന്റെ സമയത്താണ് അവർ പേ ചെയ്യാതിരുന്നത് എങ്കിൽ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റഡ് ടു ഫസ്റ്റ് കോൾ അക്കൗണ്ട്. ഇനി സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിലാണെങ്കിലോ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റഡ് ടു സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. അതുകൊണ്ടാണ് ഇവിടെ പർട്ടിക്കുലർ കോൾ എന്ന് എഴുതിയത്. അപ്പോൾ ഏതാണോ ക്വസ്റ്റ്യനിൽ വരുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്താണ് എഴുതേണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടത് ഏതാണ്? കോൾസ് ഇൻ അരിയർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. എന്നിട്ട് ഏത് കോളിലാണ് തരാത്തത് അതിനെ ക്രെഡിറ്റ് ചെയ്യുക. ചിലപ്പം ഷെയർ അലോട്ട്മെന്റിലായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ഫസ്റ്റ് കോളിലായിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിലായിരിക്കും. അപ്പോൾ എവിടെ വെച്ചിട്ടാണോ ഈ ഒരു ഡിലേ വരുത്തുന്നത് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റിൽ തരാതാകുന്നത് അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെബിറ്റിൽ എപ്പോഴും എന്താണ് വരുന്നത്? കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ആണ്. മറന്നുപോരുത്, ഡെബിറ്റ് ചെയ്യേണ്ടത് കോൾസ് ഇൻ അരിയർ അക്കൗണ്ടിനെയാണ്. ഇനി എന്താണ്? ടേബിൾ എഫ്, ദ മോഡൽ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ കണ്ടെയ്ൻ എ പ്രൊവിഷൻ ടു ചാർജ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ അറ്റ് 10% പെർ ആനം. എന്താണ്? ഇനി നമുക്ക് ടേബിൾ എഫിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കമ്പനീസ് ആക്ട് 2013 പ്രകാരം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എത്രയാണ്? 10%. ഒരു വർഷത്തിൽ 10% ഇൻട്രസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് തരണം. കാരണം എന്താണ്? അവർ തരാൻ സമയമായിട്ടും തരാതെ വെച്ചോണ്ടിരുന്നു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും ഇൻട്രസ്റ്റ് തരേണ്ടതായിട്ടുണ്ട്. അത് എത്രയാണ്? 10% പെർ ആനമാണ്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം 10% ഇൻട്രസ്റ്റ് തരാൻ ആര് ലയബിൾ ആണ്? നമ്മുടെ ഈ ഒരു എന്താണ് ഡ്യൂ വരുത്തിയ ഷെയർ ഹോൾഡേഴ്സ് ലയബിൾ ആണ്. അങ്ങനെ കിട്ടുവാണെങ്കിൽ, അതായത് അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ അതിന്റെ അക്കൗണ്ടിങ് എൻട്രീസ് അല്ലെങ്കിൽ ജേണൽ എൻട്രീസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫോർ ഇൻട്രസ്റ്റ് ഡ്യൂ ഓൺ കോൾസ് ഇൻ അരിയർ. എന്താണ്? കോൾസ് ഇൻ അരിയറിന് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുമ്പോൾ ഉള്ള ജേണൽ എൻട്രി എന്താണെന്ന് ചോദിച്ചാൽ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ. എന്താണ്? ഇതാരാണ് നൽകേണ്ടത്? ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത് കമ്പനിക്ക് എന്താണ്? ഒരു ഇൻകം പോലെയാണ്. ഇൻകം ആയതുകൊണ്ട് നമുക്ക് എന്താണ്? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. തരേണ്ടത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ഡ്യൂ ആകുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ. മറന്നുപോകരുത്, ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ. കോൾസ് ഇൻ അരിയറിന് ഡെബിറ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത് എന്താണ്? ക്രെഡിറ്റ് ആണ്. ഇനി എന്താ? ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? റിസീവ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എവിടെ കൂടും? ബാങ്കിൽ കൂടും. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ആദ്യം ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നതാണ്. ഡ്യൂ ആവുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ. ഇനി ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. നമസ്കാരം, സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഒരു പോർഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സിൽ നമ്മൾ ഓൾറെഡി ഡിമാൻഡ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, പ്രൈസിങ്, ഇങ്ങനെ 3 ഏരിയാസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന സിലബസിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ബിസിനസ് സൈക്കിൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ബിസിനസ് സൈക്കിളിൽ നമുക്ക് പറയാനുള്ളത്. നമുക്കറിയാം, സൈക്കിൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തുണ്ട്, ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ വട്ടത്തിൽ ഇങ്ങനെ വരുന്ന ഒരു സൈക്ലിക്കൽ പ്രോസസ്സ്, അതായത് ഇങ്ങനെ കറങ്ങിയിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് ബിസിനസ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് അല്ലേ, അതാണ് കാണിക്കുന്നത്. ഇവിടെ ഈ പടം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ്, എക്സ്പാൻഷൻ, അതിൻ്റെ പീക്കിലെത്തി, റിഗ്രഷൻ, ഡിപ്രഷൻ, ഇങ്ങനെ ഒരു സൈക്കിൾ അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും.
ഓക്കെ, അല്ലാതെ എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല അല്ലേ. നമ്മുടെ ബിസിനസ്സിൻ്റെ കണ്ടീഷൻസ്, എക്കണോമിക് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരേ രീതിയിലായിരിക്കും. ബിസിനസ്സിനെ നോക്കണ്ട, നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസ് നോക്കി നമുക്ക് എന്തുണ്ടാവും, അപ്സും ഉണ്ടാവും ഡൗൺസും ഉണ്ടാവും അല്ലേ. ഇങ്ങനെ മാറിയും തിരിഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും നമുക്ക് നല്ല സിറ്റുവേഷൻ ആയിരിക്കില്ല, എപ്പോഴും നമുക്ക് ബാഡ് സിറ്റുവേഷൻ ആയിരിക്കില്ല. വീണ്ടും ചിലപ്പോൾ ഇപ്പം നല്ല കാലമായിരിക്കും, കുറച്ച് കാലം കഴിയുമ്പോൾ കഷ്ടകാലം വരും, പിന്നെയും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും നല്ല കാലം, അങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഒന്നും പെർമനൻ്റ് അല്ല. അതുപോലെ തന്നെയാണ് ബിസിനസ്സിൻ്റെ കാര്യത്തിലും. അവർക്കും ഇതുപോലെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരും. അവരും ഇതുപോലെ പല ഫേസസിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്. റെപ്പറ്റീഷനായിട്ട് പിന്നെയും അങ്ങനെയൊക്കെ തന്നെ വരും. അപ്പോൾ അതാണ് നമ്മൾ ഈ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിസിനസ് സൈക്കിൾ എന്താണ് ആ ഒരു പോർഷനിലേക്ക് നമുക്ക് പോവാം. അപ്പം എന്താണ് ബിസിനസ് സൈക്കിൾ നമുക്ക് ആദ്യം വായിക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ബിസിനസ് സൈക്കിൾ എന്താണെന്നുള്ളത്, ദ വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻ ഓർ ups and downs in the level of aggregate economic activity is referred to as business cycle or trade cycle. എന്താണ് ബിസിനസ് സൈക്കിൾ അല്ലെങ്കിൽ ട്രേഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ട്രേഡിൻ്റെ എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഒരു ലെവലാണ്. അത് അപ്പും ആവാം ഡൗണും ആവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ആക്ടിവിറ്റിയുടെ അപ്സ് ആൻഡ് ഡൗൺസ് വെച്ചിട്ടാണ് നമ്മൾ നല്ല കാലമാണോ കഷ്ടകാലമാണോ എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ കേസിൽ ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ എക്കണോമിക് ആക്ടിവിറ്റിയുടെ ലെവല് അപ്പാണോ ഡൗൺ ആണോ എന്ന് നോക്കിയിട്ട് തീരുമാനിക്കുന്ന ഒരിതാണ് ബിസിനസ് സൈക്കിൾ. അതായത് അപ്സും വരും ഡൗൺസും വരും. അതൊരു വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻ ആണ്, ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പാവും ദെൻ ഡൗൺ ആവും ദെൻ വീണ്ടും അപ്പാവും, അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. It affects the aggregate employment, income, investment and output. The upward movement of business activity reaches a point of climax which is termed as peak, and downward movement reaches a bottom point termed as trough. A movement from peak to peak or from tough to tough completes a business cycle. എന്താണ് നമുക്കറിയാം, ഈ അപ്സ് ആൻഡ് ഡൗൺസിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾക്ക് ഇപ്പം ബിസിനസ്സിൽ എന്താണ് നല്ല അപ്പായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് നല്ല എംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരിക്കും, നമ്മുടെ കയ്യിലൊക്കെ നല്ല ഇൻകം ഉണ്ടായിരിക്കും, നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം നമുക്ക് നല്ല കാലമാണ് അല്ലേ. നമ്മുടെ ലൈഫിലാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ സാമ്പത്തിക സിറ്റുവേഷനൊക്കെ നല്ല മെച്ചപ്പെട്ട സമയത്താണ് നമ്മൾ നല്ല കാലം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും, നമുക്ക് നല്ല ജോലി ഉണ്ടായിരിക്കും, വരുമാനം ഉണ്ടായിരിക്കും, നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കാർ മേടിക്കാൻ അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കാനൊക്കെയുള്ള സമയങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്പുട്ട്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതായിരിക്കും. അപ്പോഴാണ് നമ്മൾ നല്ല കാലം എന്ന് പറയുന്നത്. കഷ്ടകാലം എന്ന് പറയുമ്പോൾ എന്താണ്, ചിലപ്പോൾ നമ്മുടെ ജോലി നഷ്ടപ്പെടുമ്പോഴായിരിക്കും നമ്മൾ പറയുന്ന കഷ്ടകാലം, അല്ലെങ്കിൽ വരുമാനം ഇല്ല, എന്തിനും നമുക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് ഇപ്പം വാടക വീട്ടിലാണോ ഒരു വീട് വാങ്ങിക്കാൻ പോലുള്ള ഗതിയില്ല. അപ്പോൾ എന്താണ്, അത് നമ്മുടെ കഷ്ടകാല സമയമാണ് അല്ലേ. സോ ഇത് തന്നെയാണ് ബിസിനസ്സിലും വരുന്നത്. ബിസിനസ്സിൻ്റെ കേസിലാവുമ്പോൾ ഈ പറയുന്ന പോലെ എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിൽ, ഇൻകത്തിൻ്റെ കേസിൽ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഔട്ട്പുട്ട്, ഇതിലൊക്കെ ഏത് ഫേസിലാണ് നമ്മൾ, ബൂമിലാണോ അല്ലെങ്കിൽ നല്ല പീക്കായിട്ടുള്ള സിറ്റുവേഷനിലാണോ അല്ലെങ്കിൽ നല്ല ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷനിലാണോ നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് ഈ പറയുന്ന എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻകത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വ്യത്യാസം വരും. ഇനി നല്ല രീതിക്ക് അപ്വേർഡ് മൂവ്മെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോയി നല്ല പീക്ക് ലെവലിൽ എത്തുമ്പോൾ അതിനെ നമ്മൾ ബിസിനസ്സിൻ്റെ പീക്ക് ടൈം എന്ന് പറയും. ഓക്കെ, ഇനി നമ്മുടെ ബിസിനസ് നശിച്ച് എന്ത് ചെയ്യാണ്, നമ്മുടെ ബിസിനസ് ഇങ്ങ് ഡൗൺവേർഡ് ആയിട്ട് പോവുകയാണ്, ഒരു രീതിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, മാക്സിമം ഡൗൺവേർഡ് പോയിന്റിൽ എത്തുമ്പോൾ ആ ഒരു പോയിന്റിനെ നമ്മൾ ട്രഫ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് പീക്കിൽ നിന്നും പീക്കിലോട്ടും ദെൻ ട്രഫിൽ നിന്നും ട്രഫിലേക്കും ഒക്കെ വരുന്ന ആ ഒരു സൈക്കിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബിസിനസ് സൈക്കിള് 4 തരത്തിലാണുള്ളത്. ഫേസസ് ഓഫ് അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് ബിസിനസ് സൈക്കിള് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജാണ് ബൂം. നമുക്ക് മൊത്തം 4 സ്റ്റേജാണ് പഠിക്കാനുള്ളത്. 4 സ്റ്റേജസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ബൂം, റിസഷൻ,
ഡിപ്രഷൻ, ദെൻ റിക്കവറി. നമുക്ക് പഠിക്കാനുള്ള 4 സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഏതാണ്? ബൂം, റിസഷൻ, ഡിപ്രഷൻ, റിക്കവറി. ഈ ഒരു 4 സ്റ്റേജസ് ആണ് ബിസിനസ് സൈക്കിളിന്റെ കോമൺ. ഇപ്പം ഈ പിക്കിൽ നിങ്ങൾക്ക് ഇവിടെ പീക്ക് സിറ്റുവേഷൻ കാണാം. അതായത് പീക്ക് എന്ന് പറയുന്ന പോയിന്റ്, അതായത് നല്ല രീതിയിൽ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയത്, അതായത് അതിൻ്റെ മാക്സിമം ലെവലിലെത്തുന്നത് ഇതാണ് പീക്ക്. ദെൻ ഈ ഒരു പടത്തിൽ ഡൗൺ വരുന്നു, ഡൗൺ സിറ്റുവേഷൻ്റെ മാക്സിമം ലെവലെത്തുന്നു, അതാണ് എന്ത്? ട്രഫ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്ന ഏരിയ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട 4 കാര്യങ്ങളാണ്: ബൂം എന്താണ്, റിസഷൻ എന്താണ്, ഡിപ്രഷൻ എന്താണ്, റിക്കവറി എന്താണ്. അതായത് ബിസിനസ് സൈക്കിളിൽ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങളാണ് ഈ ഡിഫറെൻറ്റ് സ്റ്റേജസ്, അല്ലെങ്കിൽ ഈ സ്റ്റേജസ് ഓഫ് ബിസിനസ് സൈക്കിളാണ് നമുക്ക് ഇതിനകത്ത് ഈ പറയുന്ന പോർഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ച് ഇത് മാത്രം പഠിക്കണം എന്നല്ല, ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് അനുബന്ധ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ബിസിനസ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കറിയാലോ, നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും അതുമായിട്ട് അനുബന്ധമായിട്ട് ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ബിസിനസ് സൈക്കിളിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലുപരി ഇതാണ് ആ ഒരു പോർഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്നാണ്, ഇതാണ് അതിൻ്റെ ബേസ്. ഓക്കെ, അപ്പം ഇത് അറിഞ്ഞില്ലെങ്കിൽ മറ്റൊന്നും പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു രീതിയാണ് ഞാൻ ഈ പറയുന്നത്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് 4 ഫേസസ് അല്ലെങ്കിൽ ബിസിനസ് സൈക്കിളിന് 4 സ്റ്റേജസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ബൂം, റിസഷൻ, ഡിപ്രഷൻ, റിക്കവറി. ഇനി നമുക്ക് ഓരോ സ്റ്റേജും എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ബൂം, അല്ലെങ്കിൽ നമുക്കതിനെ പ്രോസ്പിരിറ്റി എന്നോ എക്സ്പാൻഷൻ എന്നോ വിളിക്കാം. ഓക്കെ, ബൂം എന്ന് പറയാം, പ്രോസ്പിരിറ്റി എന്ന് പറയാം, എക്സ്പാൻഷൻ ഏതാണെങ്കിലും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇനി എന്താണ് ബൂം എന്നുള്ളത്? ബൂം എന്ന് പറഞ്ഞാൽ നല്ല കാലം, ഒരു കുഴപ്പമില്ല, എല്ലാം ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള, അതായത് ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ട്, അപ്പോൾ അവരെന്ത് ചെയ്യും? നല്ല രീതിയിൽ കൺസംഷൻ നടത്തും. ബിസിനസ്സുകാർക്ക് അവരുടെ പ്രോഡക്റ്റിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട്, അവർ അതുകൊണ്ട് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടത്തും. അവർക്ക് പ്രൊഡക്ഷൻ നടത്തി ഡിമാൻഡ് ഉണ്ട്, അവരുടെ പ്രോഡക്റ്റ് ഒക്കെ വെറ്റ് പോകുമ്പോൾ അവരുടെ കയ്യിൽ വരുമാനം വരും. അവരെന്ത് ചെയ്യും? അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും, കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലേ? കൂടുതൽ ഡിമാൻഡ് വരുമ്പോൾ കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അവർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അതിനനുസരിച്ച് കച്ചവടമൊക്കെ നടക്കുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും? നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് അവർക്ക് മനസ്സിലാവും. അവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുമ്പോൾ അവരുടെ ബിസിനസ് ഒന്നും കൂടി എക്സ്പാൻഡ് ആവും, അല്ലേ? അപ്പോൾ അവർ പുതിയ മെഷീനറീസോ ക്യാപിറ്റൽ ഗുഡ്സോ ഒക്കെ മേടിക്കും, അല്ലേ? ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് ഉള്ള ക്യാപിറ്റൽ ഗുഡ്സ്, മെഷീനറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അഡീഷണൽ വാങ്ങിക്കും. അവർ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും, അല്ലേ? അങ്ങനെയുള്ള സിറ്റുവേഷനാണ്. എല്ലാം നല്ലതാണ്, എല്ലാം ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ് എന്ത്? ബൂം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബൂമിൽ പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. The boom phase means a state in which real income consumed, real income produced and the level of employment are higher or rising. എന്താണ് ബൂം എന്ന് വെച്ചാൽ? എല്ലാം നല്ല ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. നമ്മുടെ കയ്യിലുള്ള ഇൻകം നമ്മൾ നല്ല രീതിയിൽ കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റിയൽ ഇൻകം നല്ല, അതായത് നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ കയ്യിൽ ഇൻകം വരുന്നതിനനുസരിച്ചല്ലേ നമ്മൾ ചിലവഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് നല്ല രീതിക്ക് വരുമാനം വരുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ചിലവഴിക്കുന്നുണ്ട്. നമ്മുടെ ലെവൽ ഓഫ് എംപ്ലോയ്മെൻ്റ് ഒക്കെ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഹൈ ആയി നിൽക്കുന്ന ഒരു പൊസിഷൻ. അതുപോലെ തന്നെ the economic activity gathers momentum, demand for consumer goods increases, existing firms utilize idle capacity and then expand and new business units come up. This creates demand for capital goods. Capital goods industries flourish and their increased investment. Bank credit expands. Increased demand for resources result in increased wages. Cost and price, increase in price is faster than increase in cost, result in increase in profit. There is hectic economic activity. എന്താണ്? എല്ലാം നല്ല സിറ്റുവേഷൻ, അല്ലേ? ആളുകൾക്കാണെങ്കിൽ, കൺസ്യൂമേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ
ഇവർ ബിസിനസ്സുകാർക്കാണെങ്കിലും നല്ല സിറ്റുവേഷൻ ആയിട്ടുള്ള ഒരു ടൈമാണ് ഈ ബൂം എന്ന് പറയുന്നത്. എന്താണ്, അവരുടെ എംപ്ലോയ്മെന്റ് നല്ല രീതിക്ക് അവരുടെ കയ്യിൽ ഇൻകം വരാൻ തുടങ്ങി. അതിനനുസരിച്ച് അവർ സാധനങ്ങൾ കൺസംഷൻ, നമ്മുടെ കയ്യിൽ എന്താണ് ഒരുപാട് വരുമാനം വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ച് ചെലവഴിക്കും. അങ്ങനെയല്ലേ? അതാണ് നമ്മുടെയൊക്കെ ഒരു ഹ്യൂമൻ സൈക്കോളജി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എന്താണ് ചെലവഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബിസിനസ്സുകാർക്ക് അവരുടെ പ്രോഡക്റ്റിൻ്റെ മേളിൽ നമ്മൾ ചെലവഴിക്കാൻ നിൽക്കുമല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടും. അത് കണ്ടിട്ട് അവർ കൂടുതൽ സാധനങ്ങൾ പ്രൊഡക്ഷൻ നടത്താൻ തുടങ്ങും. അതെല്ലാം മാർക്കറ്റിലേക്ക് ഇറക്കും. ഈ മാർക്കറ്റിലേക്ക് ഇറക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും, വാങ്ങിക്കുമ്പോഴത്തേക്കും അവരുടെ കയ്യിലും അതിനനുസരിച്ച് എന്ത് കൂടും, പ്രോഫിറ്റ് കൂടും. ഡിമാൻഡ് ഉണ്ടായതുകൊണ്ട് തന്നെ അവർ കുറച്ച് വില കൂട്ടിയൊക്കെ ഇട്ടായിരിക്കും വിൽക്കുന്നത്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് കിട്ടി അവരുടെ സെയിലൊക്കെ കൂടുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും നമ്മുടെ ബിസിനസ് കുറച്ചും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കിതൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർക്ക് ഈ അവരുടെ കൺസ്യൂമർ ഗുഡ്സിന് ഡിമാൻഡ് കൂടുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം. സോ അവരുടെ ബിസിനസ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മെഷീനറി വെച്ച് നമുക്ക് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് 1-2 മെഷീനറി കൂടെ വേണം, നമ്മുടെ ബിസിനസ് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യണം എന്നൊക്കെ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ ബിസിനസ് എക്സ്പാൻഷനൊക്കെ നടത്തും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പുതിയ മെഷീനറിയോ അതൊക്കെ ആവശ്യമാണെങ്കിൽ വേണ്ടി. ഇപ്പം ബൂം സിറ്റുവേഷനിലാണ് ഈ പറയുന്ന ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മുടെ അസറ്റ് പോലെ ഉപയോഗിക്കുന്ന മെഷീനറി അങ്ങനെയുള്ള ഗുഡ്സാണ് ക്യാപിറ്റൽ ഗുഡ്സ്. അപ്പം അങ്ങനെയുള്ള ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഡിമാൻഡൊക്കെ കൂടും. അങ്ങനെയുള്ള ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ എന്താണ്, ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ അതൊരു. അപ്പോൾ എന്താണ്, ആ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. അതുപോലെ തന്നെ ബാങ്കുകാർക്കാണെങ്കിലും ക്രെഡിറ്റ്, അതായത് ആളുകളുടെ കയ്യിൽ അല്ലെങ്കിൽ ഈ ബിസിനസ്സുകാർക്ക് കച്ചവടം കൂടുമ്പോൾ അവർക്ക് ഈ കസ്റ്റമേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഈ പറയുന്ന ബാങ്കിലൊക്കെ പോയി ലോൺ എടുക്കും. ബാങ്കുകാരാണെങ്കിൽ കൊടുക്കും ഇല്ലേ, കാരണം ബൂം സിറ്റുവേഷനാണ്. ബാങ്കുകാർ വരും ലോൺ തരാം, നിങ്ങൾ എല്ലാം ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ. സോ ബാങ്ക് ക്രെഡിറ്റ് ആ സമയത്ത് നന്നായിട്ട് നമുക്ക് കിട്ടും. കൺസെഷണൽ റേറ്റിൽ എല്ലാവർക്കും എന്ത് ചെയ്യും, കാരണം എല്ലാവരുടെ കയ്യിൽ ഇൻകം ഉണ്ട്. അപ്പോൾ ബാങ്കുകാർ പറയും ലോൺ ഞങ്ങൾ അനുവദിക്കാം, കൺസെഷണൽ റേറ്റിൽ ഞങ്ങൾ ലോൺ അനുവദിക്കാം. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ബിസിനസ്സുകാർക്കാണെങ്കിലും നല്ല ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബൂം സിറ്റുവേഷൻ അല്ലെങ്കിൽ പ്രോസ്പിരിറ്റി അല്ലെങ്കിൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. നല്ല കാലം അല്ലേ. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇതെന്നും നിലനിൽക്കുമോ? ഈ ബൂം എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്നും നിലനിൽക്കത്തില്ലായിരിക്കും അല്ലേ. നോക്കാം, ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് ടോക്ക് മോർ ടു മീ. ബൂമിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും കൂടുതൽ, കാരണം എന്താണ്, അവർ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോൾസെയിലേഴ്സ് ആണെങ്കിലും റീറ്റെയിലേഴ്സ് ആണെങ്കിലും കൂടുതൽ സ്റ്റോക്ക് വാങ്ങി വെക്കും. പ്രൊഡ്യൂസ് മോർ ടു മീറ്റ് ദ റിക്വയർമെന്റ് ഓഫ് ഡീലേഴ്സ് ഇൻ ദിസ് പ്രോസസ് ഓഫ് എക്സ്പാൻഷൻ. ഈവൻ ദ മോസ്റ്റ് ഇൻഎഫിഷ്യൻറ്റ് ഫാക്ടർ ആർ എംപ്ലോയിഡ് അറ്റ് ഹയർ റേറ്റ്സ്. ന്യൂ ഇൻവെസ്റ്റ്മെന്റ് ടേക്സ് പ്ലേസ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ബിക്കം ആക്റ്റീവ്. ഓൾ ദീസ് ബ്രിങ്സ് അപ്പ് ദ എക്കോണമി ടു ദ പീക്ക്. എല്ലാം നല്ല സിറ്റുവേഷൻ ആണ് അല്ലേ. എല്ലാം നല്ല രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ സ്റ്റോക്ക് ബിസിനസ്സുകാരെടുത്ത് വെക്കുന്നു ഇല്ലേ, ആൾക്കാർക്കൊക്കെ ജോലി കിട്ടും. എല്ലാം കൊണ്ടും നല്ല ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ബൂം അല്ലെങ്കിൽ പ്രോസ്പിരിറ്റി അല്ലെങ്കിൽ എക്സ്പാൻഷൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെല്ലാ സമയത്തും നിലനിൽക്കില്ല, എന്ത് ചെയ്യും? ഇത് താഴോട്ട് പോകും. എങ്ങനെയാണ് താഴോട്ട് പോകുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മിക്കപ്പോഴും നമ്മുടെ ഒരു സൊസൈറ്റിയിലെന്ന് പറയുന്നത് 3 കാറ്റഗറി ഓഫ് ഇൻകം ഉള്ള ആൾക്കാരാണ് ഉള്ളത് ഇല്ലേ. ഹൈ ഇൻകം ഉള്ള ആൾക്കാരുണ്ട്, മിഡിൽ ഇൻകം ഗ്രൂപ്പുകാരുണ്ട്, ലോ ഇൻകം ഗ്രൂപ്പുകാരുണ്ട്. മിക്കപ്പോഴും സഫർ ചെയ്യുന്നത്, എക്കോണമിയിൽ എന്ത് സിറ്റുവേഷനോ ആയിക്കോട്ടെ, മിക്കവാറും സഫർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ മിഡിൽ ഇൻകംകാരാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ചോദിക്കും, മിഡിൽ ഇൻകംകാരോ, ലോ ഇൻകം ഗ്രൂപ്പുകാരല്ലേ സഫർ ചെയ്യേണ്ടത്? അല്ല, അവരും സഫർ ചെയ്യുന്നില്ല എന്നല്ല, പക്ഷേ അവരെപ്പോഴും ഒരു ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഇതിനകത്തൊന്നും അല്ലായിരിക്കും ജീവിക്കുന്നത്. മിഡിൽ ഇൻകം ഗ്രൂപ്പുകാരെ സംബന്ധിച്ച് അവരെന്ന് പറയുന്നത് ഒരു ഫിക്സഡ് സാലറി വാങ്ങിക്കുന്ന ആൾക്കാരാണ്. മാസം ഇത്ര രൂപ, നമ്മുടെ ഗവൺമെൻറ് എംപ്ലോയീസിനെയൊക്കെ പോലെ മാസം ഇത്ര രൂപ ശമ്പളം എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. ഈ ഹൈ ഇൻകം കാറ്റഗറിയിലുള്ള ആൾക്കാരെന്നൊക്കെ പറയുന്നത് ബിസിനസ്സുകാർ അങ്ങനെയുള്ള ആൾക്കാരാണ്. ഇനി ലോ ഇൻകം ഗ്രൂപ്പുകാരെന്ന് പറയുന്നത് ഡെയിലി വേജസിനൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിനകത്ത് സഫർ ചെയ്യുന്നത് ഈ ഫിക്സഡ് സാലറി ആയിട്ട് ശമ്പളം വാങ്ങിക്കുക, ഇപ്പം മാസം 10-25,000 രൂപയൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരാണ് ഇതിനകത്ത് കൂടുതൽ സഫർ ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ
സാധനങ്ങൾക്കൊക്കെ വില കൂടുമ്പോഴേ പെട്ടെന്ന് നമ്മുടെ എക്കോണമി ബൂമിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കൺസ്യൂമർ ഐറ്റംസിൻ്റെ ഡിമാൻഡൊക്കെ കൂടുതലാണ് അല്ലേ? കാരണം എല്ലാ സാധനങ്ങൾക്കും ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും? സാധനങ്ങൾക്ക് പതുക്കെ കച്ചവടക്കാർ വില കൂട്ടും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ഈ ലോ ഇൻകം ഗ്രൂപ്പുകാർ അവർ ഈ ഡെയിലി വേജസിന് വീട്ടിൽ എന്തെങ്കിലും പെയിൻറ്റ് പണിക്കോ അങ്ങനെയൊക്കെ വരുന്നവരായിരിക്കും ഈ ലോ ഇൻകം കാറ്റഗറിയിലുള്ള ആൾക്കാരെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർ വന്നിട്ട് നമ്മുടെ വീട്ടിലിപ്പം ഈ ഡെയിലി വേജസിനൊക്കെ വന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്യാനായിട്ട് വരുന്നവരായിരിക്കും. ഇപ്പം നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ, വീട്ടിൽ നമ്മൾ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ആളെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ അവിടെയൊക്കെ ഒന്ന് നന്നാക്കാനൊക്കെ അങ്ങനെയൊക്കെ ഡെയിലി വേജസിന് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് അവരെ ഇങ്ങനൊരു ജോലി കൊടുക്കുമ്പോഴത്തേക്കും അവർ പറയും ഒരു ദിവസം എനിക്ക് 1000 രൂപയാണ്. ആരാ ഇവരുടെ സാലറി ഫിക്സ് ചെയ്യുന്നത്? അവർ തന്നെയാണല്ലേ. ഞാനിതൊക്കെ ചെയ്തു തരാം, പക്ഷെ എനിക്കൊരു ദിവസം 1000 രൂപയാണ് എൻ്റെ കൂലി എന്ന് അവർ പറയും. ഇപ്പോൾ നമ്മൾ വിളിക്കുന്ന ആൾക്കാർ ചോദിക്കും 1000 രൂപയോ? കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോൾ 800 രൂപയല്ലേ ഉള്ളായിരുന്നു. അപ്പോൾ അവർ പറയും അത് സാധനങ്ങൾക്കൊക്കെ വില കൂടിയില്ലേ, ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് ഇതൊക്കെ മേടിക്കണ്ടേ, അതുകൊണ്ട് 1000 രൂപയാണെങ്കിലേ ഞാൻ ജോലി ചെയ്യത്തുള്ളൂ എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കും, വേറെ വഴിയില്ലല്ലോ, കൊടുക്കും. അപ്പം ഇവർക്ക് ഈ പറയുന്ന പോലെ അവർ തന്നെയാണ് അവരുടെ ഡെയിലി വേജസ് എത്രയാണെന്ന് ഫിക്സ് ചെയ്ത് അവർ തന്നെയാണ് അതെല്ലാം ചെയ്യുന്നത് അല്ലേ? അവർക്ക് ഫിക്സ് ചെയ്യും. ഇപ്പോൾ സാധനങ്ങളുടെ വില കൂടുമ്പോൾ അവരെന്ത് ചെയ്യും? പതുക്കെ അവരുടെ കൂലി അങ്ങോട്ട് കൂട്ടും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യത്തിൽ അവർ സഫർ ചെയ്യുന്നില്ല. കാരണം സാധനങ്ങളുടെ വില കൂടുന്നതിനനുസരിച്ച് അവരവരുടെ കൂലിയും വർദ്ധിപ്പിക്കുന്നുണ്ട്. നേരത്തെ അവർ ചിലവഴിച്ച പോലെ തന്നെ അവർക്ക് ഇപ്പോഴും ചിലവഴിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഫിക്സഡ് സാലറിക്കാർക്ക് എന്ന് കമ്പനി ചെന്ന് പറയാൻ പറ്റുമോ? അതെ, ഇതേ കണക്ക് സാധനങ്ങൾക്കൊക്കെ വില കൂട്ടി, അതുകൊണ്ട് ഞങ്ങൾക്ക് അടുത്ത മാസം തൊട്ട് 25,000 പോലെ 26,000 27,000 ഒക്കെ തരണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവർക്ക് ഈ പറയുന്ന പോലെ അവരുടെ ഈ ഫിക്സഡ് സാലറിയിൽ മാറ്റം വരുന്നത് 5 വർഷമോ 6 വർഷമോ ഒക്കെ കൂടുമ്പോൾ ഈ ശമ്പള പരിഷ്കരണമൊക്കെ വരുമ്പോഴായിരിക്കും അവർക്ക് സാലറിയിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഓരോ വർഷം കൂടുമ്പോൾ 1000 രൂപ വെച്ച് കൂടും. അങ്ങനെയൊക്കെ ആയിരിക്കും അവർക്ക് സാലറിയിൽ ചേഞ്ച് ഉണ്ടാകുന്നത്. അല്ലാതെ അവർക്ക് എപ്പോഴും ഒരു ഫിക്സഡ് സാലറി തന്നെയായിരിക്കും. ഇനി ബൂമാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് എന്താണ് ഫിക്സഡ്. ഇപ്പോൾ ബൂമായെന്നും പറഞ്ഞ് ഇവർക്ക് സാലറി കൂട്ടി കൊടുക്കില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ഈ എമൗണ്ടിൽ തന്നെയാണ് അവർ ഈ ബൂം സിറ്റുവേഷനിലും കൺസംഷൻ നടത്തേണ്ടത്. അപ്പോൾ അവരെന്ത് ചെയ്യും? ബൂം സിറ്റുവേഷനാണ്, സാധനങ്ങൾക്കൊക്കെ ഡിമാൻഡ് ആണെന്നൊക്കെ പറഞ്ഞ് ഈ ഫിക്സഡ് സാലറി അല്ലാതെ അവർ മാക്സിമം അങ്ങ് കൺസ്യൂം ചെയ്യാൻ നോക്കത്തില്ല. അവർക്ക് അപ്പോഴും അവരെന്ത് ചെയ്യും? അവർ പറയും നമ്മുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, നമ്മൾക്ക് അതുകൊണ്ട് ഇതാണെന്നും പറഞ്ഞ് നമുക്കിപ്പോൾ ഒരുപാട് ചിലവഴിക്കാൻ പറ്റത്തില്ല, നമുക്ക് മാക്സിമം അവരവരുടെ കൺസംഷൻ ഒരു ലെവലിൽ ലിമിറ്റ് ചെയ്ത് എനിക്കിതൊക്കെ മതി എന്നുള്ള രീതിയിൽ ലിമിറ്റ് ചെയ്ത് തന്നെ ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ളവരാണ് ഈ മിഡിൽ ഇൻകം ഗ്രൂപ്പുകാർ. കാരണം അവർക്ക് എപ്പോഴും സഫറിങ് ആണ്. ബാക്കിയുള്ളവർ അല്ലെങ്കിൽ സാധനങ്ങളുടെ വില കൂടുമ്പോൾ അവരെന്ത് ചെയ്യും? സാധനങ്ങൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റി അങ്ങ് കുറയ്ക്കും. അങ്ങനെയൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്യും. കാരണം അവരുടെ അങ്ങനെയുള്ള ഒരു ഫിക്സഡ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ സാലറി അതിനനുസരിച്ച് കൂടുന്നില്ല. അപ്പോൾ അവരങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന മിഡിൽ ഇൻകം ഗ്രൂപ്പുകാരെയും കൂടെയൊക്കെ നോക്കിയിട്ടാണ് ഇവർക്ക് ഇത്രയും ആൾക്കാരുണ്ട്, അപ്പോൾ ഇത്രയും കൺസപ്ഷൻ വരുമെന്നൊക്കെ പറഞ്ഞ് ഈ പ്രൊഡ്യൂസേഴ്സ് എല്ലാം ഓവറായിട്ട് ഈ പ്രൊഡക്ഷനൊക്കെ നടത്തി സ്റ്റോക്കൊക്കെ ചെയ്ത് വെക്കും. അപ്പോൾ അതൊന്നും വിറ്റഴിഞ്ഞ് പോവാതിരിക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? പതുക്കെ ഈ റിസഷൻ എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് വരും. അതായത് എല്ലായ്പ്പോഴും നമുക്ക് എന്തായിരിക്കത്തില്ല, നല്ല കാലം ആയിരിക്കത്തില്ല. പതുക്കെ എന്താവും? നമ്മൾ ഒന്ന് ഡൗൺ ആവാൻ തുടങ്ങും. ആ ഒരു തുടക്കം, ഡൗൺ ആവാൻ തുടങ്ങുന്നതിൻ്റെ ആ ഒരു തുടക്കത്തിനെയാണ് നമ്മൾ റിസഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺട്രാക്ഷൻ, ചുരുങ്ങി തുടങ്ങി. ഓക്കെ, ആ റിസഷൻ സ്റ്റേജിൽ എന്തൊക്കെയാണ് നമ്മുടെ എക്കോണമിയിൽ വരുന്ന ചേഞ്ചസ് എന്ന് നോക്കാം. Boom cannot last indefinitely. It carries it with seeds of recession. എന്താണ്? ഇപ്പോൾ ബൂം സിറ്റുവേഷൻ ആണ്, നമ്മൾ എക്സ്പാൻഷൻ നടത്തുവാണ്, നമ്മുടെ ബിസിനസ്സൊക്കെ എക്സ്പാൻഷൻ നടത്തുവാണോ, നമുക്ക് പെട്ടെന്ന് ബിസിനസ്സൊക്കെ നമുക്ക് സെയിലൊക്കെ കൂടി, ബൂം സിറ്റുവേഷൻ ആയപ്പോൾ സെയിലൊക്കെ കൂടി, സോ നമുക്ക് എക്സ്പാൻഷൻ നടത്തണം എന്ന് പറഞ്ഞ് കയ്യിലുള്ള കാശ് മുഴുവൻ എടുത്ത് പുതിയ ബിൽഡിങ്ങും മെഷീനറിയൊക്കെ മേടിച്ചിട്ടാൽ പതുക്കെ എന്തിലോട്ട് പോകും? പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കാൻ പറ്റുന്നില്ല, നമ്മൾ പതുക്കെ എന്തിലേക്ക് പോകും? കഷ്ടകാലത്തിലേക്ക് പോകും അല്ലേ? അതുപോലെ തന്നെയാണ് റിസഷൻ. ഒരിക്കലും നമുക്ക് ബൂം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ലാസ്റ്റ് ചെയ്യത്തില്ല. ഒരുപാട് നാൾ ഇൻഡെഫിനിറ്റ് ആയിട്ട് നമുക്ക് ലാസ്റ്റ് ചെയ്യും. കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യും, ദെൻ പതുക്കെ നമ്മൾ താഴ്ന്ന് വരും അല്ലേ? അപ്പം അതാണ് ഈ ബൂം സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ.
At the peak of boom, there is full employment, wages, cost, price and investment increase, quality of product suffers, cost overtake prices and firms start incurring losses. Further increase in price leads to further decrease in demand for consumer goods. Stock pile up leading to curtailment of production. There is retrenchment of employees which affect the capital goods industries and capital market become less active. Firms are forced to liquidate their stock at lower prices to meet their debt obligations and margin of profit disappears. This phase leads the economy ടു ഡിപ്രഷൻ. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ പറയുന്ന പോലെ നമ്മൾ ഈ മിഡിൽ ഇൻകം ഗ്രൂപ്പുകാരെ ഉദ്ദേശിച്ച് കുറേ പ്രൊഡക്ഷനൊക്കെ നടത്തി വെച്ചു. അപ്പോൾ സ്റ്റോക്ക് എന്ത് ചെയ്തു? പൈലപ്പ് ചെയ്തു അല്ലേ, കുന്നുകൂടി കിടക്കുന്നു. അപ്പം അവരെന്ത് ചെയ്യും? അവർക്ക് പ്രൊഡക്ഷൻ നിർത്തി വെക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അവർക്ക് സെയിൽ വിചാരിച്ച പോലെ നടക്കാതെ വരും. ഇത്രയും സ്റ്റോക്ക് എല്ലാം ഉണ്ടാക്കി അല്ലെങ്കിൽ ഇത്രയും പ്രൊഡക്ഷൻ നടത്തി വെച്ചപ്പോൾ അതിനനുസരിച്ച് ചിലവായി, എന്നിട്ട് അത്രയും വിറ്റ് പോകുന്നില്ല, അതിനനുസരിച്ച് അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ല അല്ലേ. അതുകൊണ്ട് തന്നെ അവർ ബാങ്കിൽ നിന്നൊക്കെ ലോണൊക്കെ എടുത്താൽ ഇത്രയും പ്രൊഡക്ഷനൊക്കെ നടത്തിയത് അവർക്ക് അതൊന്നും തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ കെട്ടിയിരിക്കുന്ന സ്റ്റോക്കൊക്കെ എങ്ങനെയെങ്കിലും നാശം വിറ്റ് പോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കണ്ടിട്ടില്ലേ, പകുതി വിലയ്ക്ക് ഓഫറിനൊക്കെ കൊടുത്ത് ഇവരിത് സെയിൽ നടത്തും. ഓക്കെ, അപ്പോൾ അവർക്ക് വിചാരിച്ച പോലെ ഈ പറയുന്ന പ്രോഫിറ്റ് ഒന്നും കിട്ടത്തില്ല, പ്രോഫിറ്റൊക്കെ കുറഞ്ഞു തുടങ്ങും. അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെയൊക്കെ ഡിമാൻഡ് കുറവായിരിക്കും ആ സമയത്ത്. കാരണം ആളുകൾ ചിലപ്പം പീക്ക് സിറ്റുവേഷനിൽ നല്ല ഫുൾ എംപ്ലോയ്മെൻ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ല വേജസ് ഇതൊക്കെ, ഇപ്പോൾ പ്രോഫിറ്റ് കുറയുന്ന സമയത്ത് ഈ പറയുന്ന പോലെ എല്ലാ എംപ്ലോയീസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം കുറച്ച് എംപ്ലോയീസിനെയൊക്കെ ഇവർ പിരിച്ചുവിടും. അങ്ങനെ ആകുമ്പോഴത്തേക്കും അവർക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥ വരും. അവരെന്ത് ചെയ്യും? കൺസംഷൻ കുറയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യും? അതിനനുസരിച്ച് ഗുഡ്സിൻ്റെ ഡിമാൻഡ് കുറയും. അങ്ങനെ എന്ത് ചെയ്യുക? പതുക്കെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ എക്കോണമിയുടെ എക്കണോമിക് സിറ്റുവേഷൻ പതുക്കെ ഇങ്ങനെ താഴ്ന്നു വരുന്നു അല്ലേ. എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ ക്വാളിറ്റി, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതായത് ബൂം സിറ്റുവേഷനിലായിരുന്നപ്പോൾ എല്ലാം ഹൈ ആണ്. അങ്ങനെ എല്ലാം ഹൈ ആകുമ്പോൾ ഇവർ കൂടുതലും പ്രൊഡക്ഷനിൽ കേന്ദ്രീകരിക്കുമ്പോൾ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ സഫർ ചെയ്യും. അല്ലെങ്കിൽ റിസഷൻ ആകുമ്പോഴത്തേക്കും ഇനിയും ഇത്രയും ക്വാളിറ്റി പ്രോഡക്ട്സിൽ കൊടുത്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തില്ല എന്ന് തോന്നി പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അവർ കുറയ്ക്കും. അതുപോലെ തന്നെ എല്ലാവരെയും ഉദ്ദേശിച്ച് വെച്ച് പ്രൊഡക്ഷൻ എല്ലാം ചെയ്തു വെച്ചിട്ട് ചിലപ്പോൾ ആൾക്കാർ കൺസംഷൻ പാറ്റേൺ മാറ്റിയപ്പോഴത്തേക്കും നമുക്ക് സ്റ്റോക്ക് എല്ലാം ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നത് കൊണ്ട് നമ്മൾ ഇത്രയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും എല്ലാം ഇൻക്വയർ ചെയ്തിട്ടാണ് ഇത്രയും സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ടേക്കുന്നത്, ഇത്രയും പ്രൊഡക്ഷൻ നടത്തി സാധനങ്ങൾ ഇവിടെ ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇതൊന്നും വിറ്റുപോകാതിരിക്കുമ്പോൾ അവർ എന്ത് ചെയ്യും? സാധനങ്ങൾ കോസ്റ്റിനേക്കാളും അല്ലെങ്കിൽ മാർജിനൽ പ്രൈസിനൊക്കെ അവരെന്ത് ചെയ്യേണ്ടി വരും? സാധനങ്ങൾ വിറ്റഴിക്കേണ്ടി വരും. അന്നേരം അവർക്ക് ചെറുതായിട്ട് ലോസൊക്കെ സംഭവിക്കും. അതുപോലെ തന്നെ ഡിമാൻഡ് കുറയുന്ന സിറ്റുവേഷൻ, ഡിമാൻഡ് പതുക്കെ കുറഞ്ഞു വരും ഇല്ലേ. പിന്നെ റിട്രച്ച്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. എന്താണ്? എംപ്ലോയീസിനെയൊക്കെ ചിലപ്പം എല്ലാ എംപ്ലോയീസിനെയും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് എംപ്ലോയീസിനെയൊക്കെ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യും? റിട്രച്ച്മെൻ്റ് ഒക്കെ നടത്തും. അങ്ങനെ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ഒരു സ്റ്റേജിനെയാണ് എന്തെന്ന് പറയുന്നത്? റിസഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇങ്ങോട്ട് ഇവിടെ പീക്കിലെത്തി നിൽക്കുകയാണ്. അതായത് അങ്ങ് ഉച്ചത്തിലെത്തി നിന്നിട്ട് പതുക്കെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് താഴേക്ക് വന്ന് തുടങ്ങുന്ന ഈ ഒരു സിറ്റുവേഷൻ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിസഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ഒരു സിറ്റുവേഷനാണ് ഡിപ്രഷൻ അല്ലേ. നമ്മുടെ നല്ല കാലത്തിൽ നിന്നും പതുക്കെ ഒന്ന് താഴ്ന്ന് വന്ന് തുടങ്ങി, എന്നിട്ട് നമുക്ക് പിടിച്ചാൽ കിട്ടിയില്ല. നമ്മൾ എന്തിലേക്ക് പോയി? നല്ല കഷ്ടകാലത്തിലേക്ക് എത്തിച്ചേർന്നു. കഷ്ടകാലം എന്ന് പറയുന്ന സാധനം വന്നു. നമ്മൾ എന്തൊക്കെ ചെയ്തു നോക്കിയിട്ടും നമ്മളെ കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റാതെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമായി. ആ ഒരു സിറ്റുവേഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിപ്രഷൻ എന്ന് പറയുന്നത്. സോ ഡിപ്രഷന് നമുക്ക് സ്ലംപ് എന്നും പറയാം. അതാണ് മൂന്നാമത്തെ ഫേസ്, ഡിപ്രഷൻ. എന്താണെന്ന് നോക്കാം. ഡിപ്രഷൻ എന്ന് പറയുന്ന ഫേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് നോക്കാം. ഡ്യൂറിങ് ദ ഫേസ് ഓഫ് ഡിപ്രഷൻ, economic activity is at its low. There is massive unemployment leading to a fall in the aggregate income of the people.
then this brings down the purchasing power of the community. General demand falls faster than production. The piled up stock are sold at very high rate of discount, leading to heavy losses to the firms. People postpone buying in anticipation of further fall in the price. Production is curtailed. There is no demand for bank credit even at lower rate of interest. Capital market crashes and less efficient and inefficient units are forced to close down. All these will have cumulative effect and lead to further agony and despair. Economy is in the grip of pessimism. This leads to the economy to trough. എന്താണ് ഡിപ്രഷൻ ഫേസിലെന്ന് പറയുമ്പോൾ എല്ലാം മോശം, കൈ തൊടുന്നതെല്ലാം മോശം, കഷ്ടകാലത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ. എന്താണ് നമ്മൾ പറഞ്ഞു, റിസഷൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പേർക്കൊക്കെ ജോലി നഷ്ടപ്പെട്ട് തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ, അത് കഴിഞ്ഞ് അത് കണ്ടിന്യൂ ചെയ്തു പോയി, എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ കൂടുതൽ പേരെ ജോലിയിൽ നിന്നൊക്കെ പിരിച്ചു വിട്ടു. അപ്പോൾ എന്തായി, എക്കോണമിയിൽ കുറേ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടായി അല്ലേ, ആർക്കും കുറേ ആൾക്കാർക്ക് ജോലിയില്ലാത്ത അവസ്ഥ വന്നു. ആ ജോലിയില്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും, അവരുടെ ഒന്നും കയ്യിൽ എന്തില്ല, ഇൻകം ഇല്ലാതാവുന്ന അവസ്ഥ വരും അല്ലേ. ജോലി ഇല്ലാതാവുമ്പോൾ എന്ത് വന്നു, ആരുടെയും കയ്യിൽ വരുമാനം ഇല്ല. വരുമാനം ഇല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല, ചിലവഴിക്കാൻ പറ്റത്തില്ല. വരുമാനം ഉണ്ടെങ്കിലല്ലേ ചിലവഴിക്കാൻ പറ്റുമോ. സോ അവരുടെ പർച്ചേസിങ് പവർ കുറഞ്ഞു. പർച്ചേസിങ് പവർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും, മാർക്കറ്റിലുള്ള സാധനങ്ങളുടെയൊക്കെ ഡിമാൻഡ് കുറയും. കാരണം ഇൻകം ഇല്ലാതെ എന്ത് വാങ്ങിക്കാനാ ഇല്ലേ. അപ്പം സാധനങ്ങളിലൊന്നും വാങ്ങിക്കുക, അതിൻ്റെയൊക്കെ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറയുമ്പോൾ പിന്നെ പ്രൊഡക്ഷൻ നടത്തിയിട്ട് കാര്യമുണ്ടോ ബിസിനസ്സുകാർ. സോ എന്ത് ചെയ്യും, അവർ പ്രൊഡക്ഷൻ നിർത്തും. നേരത്തെ ഇവർ വാങ്ങിക്കുമെന്ന് ഉദ്ദേശിച്ച് വെച്ചിരുന്ന, നേരത്തെ ഇവർ വാങ്ങിക്കുമെന്ന് വിചാരിച്ച് പ്രൊഡക്ഷൻ നടത്തി വെച്ചിരുന്ന സ്റ്റോക്കൊക്കെ ഇവർ ഭയങ്കര ഡിസ്കൗണ്ട് കുറച്ച് വിൽക്കേണ്ടി വരും. കാരണം ആരുടെയും കയ്യിൽ ഇൻകം ഇല്ല, അവർ ഉള്ള പ്രൈസിന് കൊടുത്താൽ ഇതാരും വാങ്ങിക്കത്തില്ല. നമുക്കാണെങ്കിൽ ഒരുപാട് കാലം ഈ സ്റ്റോക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനും പറ്റത്തില്ല. സോ എന്ത് ചെയ്യും, അവർ വളരെ കുറഞ്ഞ റേറ്റിൽ ഈ സാധനങ്ങളൊക്കെ എങ്ങനെയെങ്കിലും വിറ്റഴിക്കും. അത് ചിലപ്പോൾ അവർക്ക് ലോസ് ആണെങ്കിൽ അവരത് വിറ്റഴിച്ച് കളയാൻ നോക്കും, കോസ്റ്റ് എങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ച്. ദെൻ എന്താണ്, അപ്പോൾ പിന്നെ പ്രൊഡക്ഷൻ ഒന്നും നടക്കത്തില്ല. അതുപോലെ തന്നെ ബാങ്ക് ക്രെഡിറ്റ് ഒന്നും ഒരു ഡിമാൻഡും കാണത്തില്ല. കാരണം ആളുകളുടെ കയ്യിലൊന്നും എന്തില്ല, പൈസ ഇല്ല. അവർ ചെന്ന് ലോൺ വാങ്ങിച്ച് അവർക്ക് ഇത് തിരിച്ചടയ്ക്കാനുള്ള കാപ്പബിലിറ്റി ഇല്ല. സോ അവരാരും പിന്നെ പ്രൊഡക്ഷൻ നടത്താനാണെങ്കിൽ ബിസിനസ്സുകാർക്ക് പ്രോഡക്റ്റിന് ഡിമാൻഡ് ഇല്ല. പിന്നെ എന്തിനാണ് അവർ പോയി ബാങ്കിൽ പോയി ലോൺ എടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ബാങ്ക് ക്രെഡിറ്റ് ഒന്നും, ബാങ്ക് ക്രെഡിറ്റിനൊക്കെ ഈവൻ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കാമെന്ന് പോലും പറഞ്ഞാൽ പോലും ആർക്കും ലോണൊന്നും വേണ്ട. ക്യാപിറ്റൽ മാർക്കറ്റിലാണെങ്കിലും ഷെയറൊന്നും ആരും വാങ്ങിക്കുന്നില്ല, അല്ലെങ്കിൽ ഷെയറിനൊന്നും ഡിമാൻഡ് ഇല്ല, ഷെയറിൻ്റെയൊക്കെ വാല്യൂ കുറഞ്ഞു. അങ്ങനെ വരുന്ന ക്യാപിറ്റൽ മാർക്കറ്റിലും ക്രാഷ് വരുവാണ്. എന്നാണ് പിന്നെ നമ്മുടെ ആൾക്കാർ കൺസംഷൻ റേറ്റ് കുറച്ചപ്പോൾ പ്രോഡക്റ്റിൻ്റെയൊക്കെ ഡിമാൻഡ് കുറഞ്ഞു, സർവീസിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു, ആൾക്കാർക്ക് അൺഎംപ്ലോയ്മെൻറ്റ് വന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ചില സമയത്തൊക്കെ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ഇത് നല്ല രീതിയിൽ ബാധിക്കും. കാരണം അവരുടെ പ്രോഫിറ്റിനെയൊക്കെ ഇത് നല്ല രീതിയിൽ ബാധിക്കുമ്പോൾ ഇതെല്ലാം അടച്ചു പൂട്ടേണ്ടതായിട്ട് വരും അല്ലേ. നമുക്ക് തന്നെ അറിയാം, കോവിഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്തോരം ചെറുകിട സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടിയത്. കാരണം എന്താണ്, ആളുകൾ ഒന്നും പുറത്തോട്ട് ഇറങ്ങുന്നില്ല, അവർ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തോട്ട് ഇറങ്ങുന്നു. റെസ്റ്റോറൻറ്റുകളിൽ പോയി അവരാരും ഫുഡ് കഴിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഈ ആളുകളെ ഉദ്ദേശിച്ച് തുടങ്ങിയതാണ് ഈ റെസ്റ്റോറൻ്റൊക്കെ. പുറത്ത് പോയി ആരും ഫുഡ് കഴിക്കുന്നില്ല. 3-4 മാസം പുറത്തിറങ്ങി ആരും ഫുഡ് കഴിക്കുന്നില്ല. ഈ പറയുന്ന റെൻറ്റ് കൊടുക്കണം, അത് കൊടുക്കണം, ചിലവുകൾ മാത്രമേ ഉള്ളൂ, വരുമാനം ഇല്ലാത്ത അവസ്ഥ. പിന്നെയാണ് എന്ത്, ഓൺലൈൻ ഡെലിവറിയൊക്കെ കുറച്ച് 3-4 മാസം കഴിഞ്ഞിട്ടാണ് ഓൺലൈൻ ഡെലിവറിയൊക്കെ വന്നു തുടങ്ങിയത് അല്ലേ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന കണക്ക് ചെറിയ ചെറിയ ഹോട്ടൽസൊക്കെ എത്ര എണ്ണം അടച്ചു പൂട്ടിയത് ഇല്ലേ. അപ്പം എന്ത് സംഭവിച്ചു, എന്തെങ്കിലുമൊക്കെ മാർക്കറ്റ് സിറ്റുവേഷൻ കൊണ്ട് ഇതുപോലെ നമ്മുടെ മാർക്കറ്റ് ഭയങ്കരമായിട്ടും താഴ്ന്നു പോയി അല്ലേ. സിറ്റുവേഷൻ വളരെ മോശമായി. അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥ, അതിനെയാണ് എന്ത് പറയുന്നത്, ഡിപ്രഷൻ. ആ ഡിപ്രഷൻ്റെ മാക്സിമം ലെവലിനെ നമുക്ക് എന്ത് പറയാം, ട്രഫ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡിപ്രഷൻ എന്താണ്, റിസഷൻ തുടങ്ങുമ്പോഴേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരുന്നു. റിസഷൻ തുടങ്ങി നമ്മൾ ചിലപ്പം എന്തെങ്കിലും പ്രിവെൻറ്റീവ് മെഷേഴ്സൊക്കെ അഡോപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഡിപ്രഷൻ സിറ്റുവേഷനിലേക്ക് പോവില്ലായിരുന്നു. ചിലപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ കൊറോണ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്തു, എന്നിട്ടും കൊറോണ വന്നില്ലേ. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ റിസഷനിൽ നമുക്ക് ചിലപ്പോൾ തിരിച്ചു കയറാൻ പറ്റില്ല, എന്ത് ചെയ്യും, ഡിപ്രഷനിലോട്ട് തന്നെ പോവും. അപ്പോൾ എന്ത് ചെയ്യും,
അങ്ങനെ തന്നെ നമുക്കെല്ലാം നമ്മളെ തിരിച്ചടിക്കുന്ന അവസ്ഥ, നമ്മുടെ കയ്യിൽ വരുമാനമില്ല, ബിസിനസ്സുകാർക്കാണെങ്കിൽ കച്ചവടമില്ല, അങ്ങനെയുള്ള ഒരവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് ഡിപ്രഷൻ. ആ ഡിപ്രഷൻ്റെ മാക്സിമം സ്റ്റേജിനെ, മാക്സിമം ലെവലിനെ നമുക്ക് എന്തെന്ന് പറയാം, ട്രഫ് എന്ന് പറയാം. ദെൻ അടുത്ത സ്റ്റേജാണ് റിക്കവറി. എന്താണ് റിക്കവറി? ഒരു തിരിച്ചു കയറ്റം. നമ്മൾ റിക്കവറായി, നമ്മൾ പനിയാണ് അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആണ്, റിക്കവറായോ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട്, റിക്കവറായി വരുന്നോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? എന്താണ്, കഷ്ടകാലമായിരുന്നു, അത് കരകയറി വരുന്നോ എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നത്, റിക്കവർ ആയോ അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ റിക്കവറി. പതുക്കെ പതുക്കെ ഡിപ്രഷനിലേക്ക് പോയിരുന്നു, അവിടുന്ന് പതുക്കെ പിടിച്ചു കയറി വരുന്നൊരു സിറ്റുവേഷൻ. ഇപ്പം എന്താണ്, നമുക്കറിയാം ഇവിടെ ജോലിയില്ലാതെ ഇഷ്ടം പോലെ ആൾക്കാർ ജോലിയില്ലാതെ അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫേസാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് ബുദ്ധിമാന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ, ബിസിനസ്സുകാരൊക്കെ ചിന്തിക്കും, നമ്മൾക്ക് ഇവിടുന്ന് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ റിസോഴ്സ് വെച്ചിട്ട് നമുക്കൊരു ബിസിനസ് തുടങ്ങാം, എന്നിട്ട് ഈ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ലോ റേറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക. അതായത് നേരത്തെ 10-25,000 രൂപയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്നവരാ, അവർക്കിപ്പോൾ ഒരു ജോലി ഇല്ലാതെ നിൽക്കുകയല്ലേ, നമുക്ക് വേണമെങ്കിൽ ഒരു 10,000 രൂപയ്ക്ക് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും അവർ ജോലിക്ക് പോകും. കാരണം ഒന്നും ഇല്ലാതിരിക്കുന്നതിനേക്കാളും ഭേദമാണല്ലോ 10,000 രൂപയ്ക്ക് പോയി ജോലി ചെയ്യുന്നത്. സോ അവരെ അങ്ങനെ ലോ റേറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റിലൊക്കെ അവർ അപ്പോയിൻറ്റ് ചെയ്ത് പതുക്കെ ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്ത് വരുന്ന ഒരവസ്ഥ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, റിക്കവറി അല്ലെങ്കിൽ റിവൈവൽ എന്ന് പറയുന്നത്. സോ ഈ ഒരു പീരീഡിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. The period of depression will in itself have seeds of recovery. Pessimism gives way to optimism and rays of hope appear. The shrewd businessman, ബുദ്ധിയുള്ളവര് അല്ലെങ്കിൽ കൂർമ്മ ബുദ്ധിയുള്ളവര്, identify the climate to be favorable for business activities. Even very efficient factors are unemployed and are available at cheap rates. Banks with idle funds come forward with liberal terms of lending. This stimulates employment. Income of the people increases, leading to increase in purchasing power. Consumers who have postponed with their buying in anticipation of further fall in the price start buying. Stocks are liquidated. This leads to further increase in production of consumer goods. The firm earns profit. Wages and prices goes up. Repairs, renewal, replacement takes place. Economic activities gain momentum and state of normalcy is restored. എന്താണ്, തിരിച്ച് കരകയറി വരുന്നൊരവസ്ഥ. എന്താണ്, നമുക്ക് ഈ റിക്കവറി ഡിപ്രഷൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ കുറച്ച് ഷ്രീഡായിട്ടുള്ള അല്ലെങ്കിൽ കൂർമ്മ ബുദ്ധിയുള്ള ബിസിനസ്സുകാരൊക്കെ ആ ഒരു സിറ്റുവേഷനെ ഫേവറബിൾ ആക്കി കാണും. അതായത് അവർ ശുഭാപ്തി വിശ്വാസമുള്ളവരാണ്, നമുക്കിതിനകത്ത് കരകയറി വരാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് അവർ നോക്കുമ്പോഴത്തേക്കും അത്രയും സ്കിൽഡ് ആയിട്ടുള്ള, ചിലപ്പോൾ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, എംപ്ലോയീസ് ഒക്കെ ഉണ്ട്, അവർ വരെ അൺഎംപ്ലോയിഡ് ആയിട്ട് നിൽക്കുകയാണ്. സോ അവരെ ലോ റേറ്റിൽ നമുക്ക് ഹയർ ചെയ്ത് ജോലി ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് അത്രയും ചിലവ് കുറഞ്ഞേ വരത്തുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ ബാങ്കുകാരാണെങ്കിൽ എന്താണ്, ആരും ലോൺ മേടിക്കാതിരിക്കുന്ന അവസ്ഥയാണ് എന്ത്, ഡിപ്രഷൻ. അവർക്കും ലോൺ കൊടുത്തില്ലെങ്കിൽ അവരും ബാങ്ക് പൂട്ടിക്കിട്ടും. ബാങ്കിൻ്റെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് ലോൺ കൊടുക്കുന്നത് വഴി കിട്ടുന്ന ഇൻട്രസ്റ്റ് ഒക്കെയാണ്. സോ അവരെന്ത് ചെയ്യും, കൺസെഷണൽ ലെൻഡിങ്, അതായത് വലിയ പിടിത്തമൊന്നും ഇല്ലാതെ അവരും ലോൺ കൊടുക്കാൻ തയ്യാറാവും. എങ്ങനെയെങ്കിലും ഒന്ന് ലോൺ ആരെങ്കിലും ഒക്കെ എടുത്താൽ മതി എന്നുള്ളൊരു രീതിയാവും. സോ അവർ കൺസെഷണൽ റേറ്റിലൊക്കെ ലോൺ കൊടുക്കുമ്പോൾ ഇതേപോലുള്ള ബിസിനസ്സുകാർ അവർ പതുക്കെ ഈ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവൈലബിൾ ആയിട്ടുള്ള എഫിഷ്യൻറ്റ് ഫാക്ടേഴ്സിനൊക്കെ ലോ റേറ്റിൽ എംപ്ലോയ് ചെയ്യും. അവർ പതുക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വരും. അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പതുക്കെ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് ഇൻകം ആണെങ്കിലും വരുമാനമായി തുടങ്ങുമ്പം അതിനനുസരിച്ച് ചിലവുകൾ അവർ നടത്താൻ തുടങ്ങും. സോ കൺസംഷൻ എന്ന് പറയുന്നത് പിന്നെയും അവരുടെയൊക്കെ പർച്ചേസിങ് പവർ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. സോ അവർ സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങും. സോ കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കൂടും. അപ്പം കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ നേരത്തെ അവിടെ കെട്ടിക്കിടന്ന സ്റ്റോക്കൊക്കെ അവർക്ക് വിറ്റഴിക്കാൻ പറ്റും, നല്ല രീതിക്ക് വിറ്റഴിക്കാൻ പറ്റും. അപ്പോൾ സ്റ്റോക്കൊക്കെ ക്ലിയർ ആകുമ്പോൾ അവർക്ക് ഫർദർ പ്രൊഡക്ഷൻ നടത്തി ദെൻ
അവർക്ക് പിന്നെ അതിനകത്ത് നിന്ന് ഇങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കാം. സോ പതുക്കെ ഇതേപോലെ നമ്മുടെ എന്നിട്ട് കുറച്ച് നാൾ ഈ റിക്കവറി സ്റ്റേജൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ വീണ്ടും ശമ്പളം കൂട്ടി കൊടുത്ത് അങ്ങനെയൊക്കെ പതുക്കെ നമ്മുടെ എക്കോണമി വീണ്ടും കയറി വരുന്ന ഒരു സിറ്റുവേഷൻ. അതാണ് എന്ത് റിക്കവറി. ഈ റിക്കവറിയിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ പതുക്കെ കയറി വരും. ഈ റിക്കവറിയിൽ നിന്ന് വീണ്ടും ഇവരിത് അച്ചീവ് ചെയ്ത് എന്ത് ചെയ്യും, ബൂമിലേക്ക് പോകും. ഓക്കെ, ബൂം എന്ന് പറയുന്ന സിറ്റുവേഷനിൽ വീണ്ടും എത്തും. ദെൻ ഇവിടുന്ന് വീണ്ടും പിന്നെ റിസഷനിൽ പോയി ഡിപ്രഷനിൽ വന്ന് വീണ്ടും റിക്കവറി ആയി വരും, ബൂം. ഇതെന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലാതെ എപ്പോഴും ബൂമും എപ്പോഴും ഡിപ്രഷനും അങ്ങനെ ആവില്ല. ഓക്കെ, അവരിങ്ങനെ ബൂമ് പോവും, പിന്നെ അവിടുന്ന് റിസഷനായി ഡിപ്രഷനിൽ എത്തും, പിന്നെയും അവർ റിക്കവറായി ബൂമിലെത്തും, പിന്നെയും അവർ റിസഷനായി. ഇതിങ്ങനെ വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതൊരു സൈക്കിളാണ്, ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ മാറി വന്നുകൊണ്ടേയിരിക്കും. അപ്പം അതാണ് എന്ത് സ്റ്റേജസ് ഓഫ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സഹകാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സിലെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു ഹെഡാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. സോ നമുക്കറിയാം, നമുക്ക് 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട്. 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ വരുന്നത് സാലറി വരുന്നുണ്ട്. സാലറി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് സാലറിയുടെ വിവിധ ഹെഡുകൾ നമ്മൾ പഠിച്ചു. സാലറിയുടെ ഉള്ളിൽ വരുന്ന പെർക്വിസിറ്റ്സ്, അതുപോലെ തന്നെ അലവൻസസ്, അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, അങ്ങനെയുള്ള പ്രൊവിഡന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഈ സാലറി എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഒരു വീഡിയോയിൽ നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ്. നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അത് കൂടാതെ ക്യാപിറ്റൽ ഗെയിനും അതുപോലെ തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സും വരുന്ന വീഡിയോസിൽ നമുക്ക് കവർ ചെയ്യാനുണ്ട്. എനിവേ നമ്മൾ ഇന്നും അതുപോലെ തന്നെ 2-3 വീഡിയോസ് ആയിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ബിസിനസ് എന്നുള്ളത് നോക്കാം. ബിസിനസ് under section 2 subsection 13, business includes any trade, commerce or manufacture or any adventure or concern in nature of a trade, commerce or manufacture. അതായത് എന്താണ് ബിസിനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഇൻക്ലൂഡ്സ് എ ട്രേഡ്, കൊമേഴ്സ് ഓർ മാനുഫാക്ചർ. ഒരു ട്രേഡ് ആവാം, കൊമേഴ്സ് ആവാം, അല്ലെങ്കിൽ മാനുഫാക്ചർ ആവാം. ഓർ എനി അഡ്വഞ്ചർ ഓർ കൺസേൺ ഇൻ നേച്ചർ ഓഫ് ട്രേഡ്, കൊമേഴ്സ് ഓർ മാനുഫാക്ചർ. അല്ലെങ്കിൽ ട്രേഡോ കൊമേഴ്സോ മാനുഫാക്ചറോ പോലുള്ള മറ്റെന്തെങ്കിലും അഡ്വഞ്ചർ ആണെങ്കിൽ അതിനെയും എന്ത് വിളിക്കും, ബിസിനസ് എന്ന് വിളിക്കും. ഓക്കെ, ഇത് ഇൻകം ടാക്സിലെ ഡെഫിനിഷനാണ് പഠിച്ചിരിക്കുക. അപ്പോൾ ഡെഫിനിഷൻ ഓർത്തിരിക്കുക. ബിസിനസ് സെക്ഷൻ 2 ആണ്. എപ്പോഴും ഡെഫിനിഷൻസ് വരുന്നത് സെക്ഷൻ 2 ആയിരിക്കും. സോ ബിസിനസ്സിന് വരുന്നത് സെക്ഷൻ 30 സബ്സെക്ഷൻ 13 വരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആണ് പ്രൊഫഷൻ. എന്താണ് പ്രൊഫഷൻ? പ്രൊഫഷൻ അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 36. പ്രൊഫഷൻ ഇൻക്ലൂഡ്സ് വൊക്കേഷൻ. ഒരു വൊക്കേഷൻ ആണ്. ഓക്കെ, എന്താണ് ആ വൊക്കേഷൻ? പ്രൊഫഷൻ റിക്വയർസ് പ്യുവർലി ഇൻ്റലക്ച്വൽ സ്കിൽ ഓർ മാനുവൽ സ്കിൽ. അതായത് ഒരു ഇൻ്റലക്ച്വൽ സ്കിൽ, ഒരു വ്യക്തിയുടെ ഇൻ്റലക്ച്വൽ സ്കിൽ അല്ലെങ്കിൽ മാനുവൽ സ്കിൽ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് വിളിക്കുന്നത് പ്രൊഫഷൻ എന്ന് വിളിക്കുന്നത്. ഓൺ ദ ബേസ് ഓഫ് സം സ്പെഷ്യൽ ലേണിംഗ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഗ്യാതർഡ് ത്രൂ പാസ്റ്റ് ട്രെയിനിങ് ഓർ എക്സ്പീരിയൻസ്. മുൻകാല എക്സ്പീരിയൻസിൽ നിന്നും ട്രെയിനിങ്ങിൽ നിന്നും സ്വായത്തമാക്കിയെടുത്ത് ചില കഴിവുകൾ പ്രകടിപ്പിക്കുന്ന അതാണെന്ത് പ്രൊഫഷൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഡോക്ടർ, ലോയർ. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അതുപോലെ തന്നെ ഡോക്ടർമാർ, ലോയർമാർ, അതുപോലെ തന്നെ സിനിമയിലെ സംവിധായകർ, അതുപോലെ തന്നെ എഴുത്തുകാർ, അങ്ങനെയുള്ള ആളുകളൊക്കെ ചെയ്യുന്നത് എന്താണ് പ്രൊഫഷനിലാണ് വരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ബേസിക് പ്രിൻസിപ്പിൾസ്. ഓക്കെ, നമ്മളുടെ ഈ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ബൈ ദ അസസി. ആ ബിസിനസ് അല്ലെങ്കിൽ ആ പ്രൊഫഷൻ ആ അസസി നടത്തുന്നതായിരിക്കണം. ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ക്യാരി ചെയ്യുന്നത് ആരായിരിക്കണം? അസസി ആയിരിക്കണം. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ദ ബിസിനസ് ഓർ പ്രൊഫഷൻ ഷുഡ് ബി ക്യാരിഡ് ഓൺ ബൈ ദ അസസി. ദെൻ ദ ബിസിനസ് ഓർ പ്രൊഫഷൻ ഷുഡ് ബി ക്യാരിഡ് ഓൺ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അതായത് നമ്മുടെ പ്രീവിയസ് ഇയറിലായിരിക്കണം. സോ ഇവിടെ പ്രീവിയസ് ഇയറിൽ ചെറിയൊരു തിരുത്തുണ്ട്. 2024-25 ആണ്. 2024-25 ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ. സോ ഇതിൽ തിരുത്തുണ്ട്. സോ ബിസിനസ് ഓർ പ്രൊഫഷൻ ഷുഡ് ബി ക്യാരിഡ് ഓൺ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അതായത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ നടത്തിയ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ആയിരിക്കണം. നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാണ്? 2024-25 ആണ്. Okay, income from business or profession is chargeable to tax under this head only if the business or profession is carried on by the assessee at any time during the previous year. നമ്മൾ പ്രീവിയസ് ഇയറിൽ നടത്തിയ ഇൻകം ആയിരിക്കണം, ബിസിനസ്സിൽ നിന്നുള്ള അല്ലെങ്കിൽ പ്രൊഫഷനിൽ നിന്നുള്ള ഇൻകം ആയിരിക്കണം. നോട്ട് നെസസറിലി ത്രൂ ഔട്ട് ദ പ്രീവിയസ് ഇയർ. നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, പ്രീവിയസ് ഇയറിൽ ത്രൂ ഔട്ട് ആ ബിസിനസ് നടത്തണമെന്നോ അല്ലെങ്കിൽ പ്രൊഫഷൻ നടത്തണമെന്നോ ഇല്ല.
നമ്മൾ പ്രീവിയസ് ഇയറിൽ 2024-25 ഏതെങ്കിലും ഒരു മാസം ബിസിനസ് നടത്തിയാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും മാസം പ്രൊഫഷണൽ സർവീസ് നടത്തിയാൽ മതി, നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് നെസസറിലി ത്രൂ ഔട്ട് ദ പ്രീവിയസ് ഇയർ ത്രൂ ഔട്ട് നമ്മൾ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, ദെൻ income of business or profession carried on by the assessee during the previous year is chargeable to tax in the following assessment year. അതായത് ഇത് ടാക്സ് എപ്പോഴാണ് ചാർജ് ചെയ്യുന്ന എപ്പോഴാണ്? ഇൻകം ഓഫ് ദ ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ബൈ ദ അസസി ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഇൻകത്തെ മേലെ ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്ന എപ്പോഴാണ്? അസസ്മെന്റ് ഇയറിലാണ്. ദർ ആർ ഹവർ സർട്ടൻ എക്സെപ്ഷൻ ടു ദിസ്. എന്നാൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ചില സാഹചര്യത്തിൽ പ്രീവിയസ് ഇയറിൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും. നോർമലി പ്രീവിയസ് ഇയറിലെ ഇൻകത്തെ മേലെ, ബിസിനസ് ഇൻകത്തെ മേലോ പ്രൊഫഷണൽ ഇൻകത്തെ മേലോ ടാക്സ് അടയ്ക്കേണ്ടത് അസസ്മെന്റ് ഇയറിലാണെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രീവിയസ് ഇയറിൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. സോ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദർ ആർ ഹവർ സർട്ടൻ എക്സെപ്ഷൻസ് ടു ദിസ് റൂൾ. ഓക്കെ, റൂളിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ ഡ്യൂറിംഗ് ദ ഫോളോയിങ് അസസ്മെന്റ് ഇയർ. ഫോളോയിങ് അസസ്മെന്റ് ഇയർ ഏതാണ്? ഫോളോയിങ് അസസ്മെന്റ് ഇതും തിരുത്തുണ്ട്. ഫോളോയിങ് അസസ്മെന്റ് ഇയർ നമ്മുടെ 2025-26 ആണ് അസസ്മെന്റ് ഇയർ ഇപ്പോഴത്തെ. അപ്പോൾ അസസ്മെന്റ് ഇയറിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കേണ്ടതെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമ്മൾ പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. Okay, tax incidents arise in respect of all business or profession. Okay, tax incidents arise in respect of all business or profession. എല്ലാ ബിസിനസ്സിനും പ്രൊഫഷൻസിനും എന്ത് വരും? ടാക്സ് ഇൻസിഡൻസ് ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ഡിഫറെന്റ് ബിസിനസ് ഓർ പ്രൊഫഷൻസ് ക്യാരിഡ് ഓൺ ബൈ ദ അസസി ആർ നോട്ട് സെപ്പറേറ്റ്ലി ചാർജബിൾ ടാക്സ്. അതായത് എനിക്ക് എ എന്ന് പറയുന്ന ഒരു ബിസിനസ് ഉണ്ട്, ബി എന്ന് പറയുന്ന ബിസിനസ് ഉണ്ട്. ദാറ്റ് ഈസ് ടെക്സ്റ്റൈൽ ബിസിനസ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഒരു സ്റ്റേഷനറി ബിസിനസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഞാനിതിന് സെപ്പറേറ്റ് അല്ല ടാക്സ് അടയ്ക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ഡിഫറെൻറ്റ് ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ബൈ ദ അസസി ആർ നോട്ട് സെപ്പറേറ്റ്ലി ചാർജബിൾ ടാക്സ്. ഞാനൊരു ഇൻഡിവിജ്വലാണ്, ഞാനൊരു അസസിയാണ്. എനിക്ക് എ എന്ന് പറയുന്ന ബിസിനസ് ഉണ്ട്, ബി എന്ന് പറയുന്ന ബിസിനസ് ഉണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന ബിസിനസ്സിൻ്റെ ടാക്സ് വേറെയും ബി എന്ന് പറയുന്ന ബിസിനസ്സിൻ്റെ ടാക്സ് വേറെ അങ്ങനെയല്ല അടയ്ക്കേണ്ടത്. ആസ് ആൻ അസസി ഈ രണ്ട് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ ഇൻകം എത്രയാണോ അതുമേലാണ് ഞാൻ ടാക്സ് അടയ്ക്കേണ്ടത്. So, profit and gain of business or profession carried on by the assessee are not separately chargeable tax. ഓരോ ഡിഫറെൻറ്റ് ബിസിനസ്സും സെപ്പറേറ്റ് അല്ല ടാക്സ് അടയ്ക്കേണ്ടത്. അതൊരൊറ്റ ഹെഡിലാണ് വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിലാണ് വരുന്നത്. Okay, tax incidents arise on aggregate income from all businesses or professions carried on by the assessee. Tax incidents വരുന്നത് എന്തുമേലാണ്? ഓരോ ഡിഫറെൻറ്റ് ബിസിനസ്സിന്മേലല്ല, അഗ്രിഗേറ്റ് ഇൻകത്തിന്മേലാണ്. വാട്ട് ഈസ് അഗ്രിഗേറ്റ് ഇൻകം? അഗ്രിഗേറ്റ് ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബിസിനസ് എല്ലാം കൂടിയും ചേരുന്ന അഗ്രിഗേറ്റ് ചെയ്യുന്ന ഇൻകത്തിനെയാണ് വിളിക്കുന്നത് അഗ്രിഗേറ്റ് ഇൻകം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ tax incidents arise on aggregate income from all businesses or profession carried on by the assessee. ഓക്കെ, ഇത് അഗ്രിഗേറ്റ് ഇൻകം ആണ്, അഗ്രിഗേഷൻ ഓഫ് ഇൻകം അല്ല, അത് വേറെ തന്നെയാണ്. ഇതെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക, രണ്ടാണ്. ടാക്സ് ഇൻസിഡൻസ് അറൈസസ് ഓൺ അഗ്രിഗേറ്റ് ഇൻകം ഫ്രം ഓൾ ബിസിനസ്സസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ബൈ ദ അസസി. ഓക്കെ, അഗ്രിഗേഷൻ ഓഫ് ഇൻകം നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അത് ഗ്രോസ് ടോട്ടൽ ഇൻകം അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം ഒക്കെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രോസസ്സാണ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം. ഇവിടെ അഗ്രിഗേറ്റ് ഇൻകം എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത് എന്താണ്? എറൈസ് ഓൺ അഗ്രിഗേറ്റ് ഇൻകം എന്ന് വെച്ചാൽ നമ്മളുടെ എ എന്ന് പറയുന്ന ബിസിനസ്, ബി എന്ന് പറയുന്ന ബിസിനസ്, സി എന്ന് പറയുന്ന ബിസിനസ്, ഇങ്ങനെയുള്ള ബിസിനസ് ഇൻകം എല്ലാം കൂടി ഒരുമിച്ച് കമ്പ്യൂട്ട് ചെയ്യുന്നതിനാണ് വിളിക്കുന്നത് അഗ്രിഗേറ്റ് ഇൻകം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് അല്ല ടാക്സ് അടയ്ക്കേണ്ടത്, ഓൾ ടുഗദർ എല്ലാം കൂടി എന്ത് ചെയ്യണം? ചേർത്തിട്ട് ഒരുമിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഒറ്റ ഹെഡിലേക്ക് വരും, എന്നിട്ടാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, so if therefore an assessee earns profit in one business and sustain loss in another business, for example ഒരു അസസിക്ക് ഒരു ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടായി, ദാറ്റ് ഈസ് ഒരു ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടായി, വൺ ബിസിനസ് ആൻഡ് സസ്റ്റെയിൻ ലോസ് ഇൻ അനദർ ബിസിനസ്, അതായത് ഒരു സ്റ്റേഷനറി ബിസിനസ്സിൽ നിന്ന് എന്തുണ്ടായി? അദ്ദേഹത്തിന് ലോസ് ഉണ്ടായെങ്കിൽ ഇൻകം ചാർജബിൾ ടാക്സ് ഈസ് ദ നെറ്റ് ബാലൻസ് ആഫ്റ്റർ സെറ്റിംഗ് ഓഫ് ലോസ് അഗൈൻസ്റ്റ് ഇൻകം. അവിടെ എന്ത് ചെയ്യാം? അവർക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റൈൽ ബിസിനസ്സിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10 ലക്ഷവും അതുപോലെ തന്നെ സ്റ്റേഷനറി ബിസിനസ്സിലെ ലോസ് എന്ന് പറയുന്നത് 2 ലക്ഷമാണെങ്കിൽ 10 ലക്ഷം മൈനസ് 2 ലക്ഷം ബാക്കി വരുന്ന 8 ലക്ഷമാണ് അദ്ദേഹത്തിന് എന്ത് എന്ന് പറയുന്നത്? ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്നത്. അതല്ലാതെ ഈ ടെക്സ്റ്റൈൽ ബിസിനസ്സിന് മേൽ 10 ലക്ഷത്തിന് മേൽ വേറെ ടാക്സും അതുപോലെ തന്നെ എന്താണ് ഇതിന് വേറെ ടാക്സും അങ്ങനെയല്ല അടയ്ക്കേണ്ടത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് ഒറ്റ ഹെഡിലേക്കാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ഹൗവർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഓഫ് സ്പെക്കുലേറ്റീവ് ബിസിനസ് ആർ കെപ്റ്റ് സെപ്പറേറ്റ്ലി. പക്ഷേ എന്നാൽ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലെ ലോസ് എന്താണെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആണ് കെപ്റ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്ന് പറഞ്ഞ ഹെഡിൽ തന്നെയാണ് വരുന്നതെങ്കിലും സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഊഹക്കച്ചവടമാണ്. ഈ ഊഹക്കച്ചവടം സെപ്പറേറ്റ് മാറ്റി നമ്മൾ നിർത്തും. അതെന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ടെക്സ്റ്റൈൽ ബിസിനസ്സോ അല്ലെങ്കിൽ സ്റ്റേഷനറി ബിസിനസ് എന്ന് പറയുന്ന ഓർഡിനറി ബിസിനസ്സാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഓർഡിനറി ബിസിനസ്സിലൊരു പ്രോഫിറ്റ് ഉണ്ട് എന്ന് വിചാരിച്ചോ. സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ ലോസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓർഡിനറി ബിസിനസ്സിലെ ഗെയിനും ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലെ ലോസ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലെ ലോസ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലെ പ്രോഫിറ്റ് മാത്രമായിട്ടാണ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ നിർത്തുക. ഈ വർഷം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വർഷത്തെ ക്യാരി ഫോർവേഡ് ചെയ്യാം. അത് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ടെക്സ്റ്റൈൽ ബിസിനസ്സും അതുപോലെ തന്നെ സ്റ്റേഷനറി ബിസിനസ്സും പ്രോഫിറ്റാണ്. പക്ഷേ സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് ആണെങ്കിൽ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലെ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടെക്സ്റ്റൈൽ ബിസിനസ്സിലെയോ സ്റ്റേഷനറി ബിസിനസ്സിലെ പ്രോഫിറ്റായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇത് അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഇത് അഗ്രിഗേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ടാക്സ് അടയ്ക്കും. ഇത് നമുക്ക് സെപ്പറേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ടാക്സ് അടയ്ക്കുന്നത്. ഏതായാലും പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡിൽ തന്നെയാണ് വരുന്നത്. ഇത് നമ്മൾ മിക്സ് ചെയ്യാറില്ല എന്ന് മാത്രം. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ലീഗൽ ഓണർഷിപ്പ് വേഴ്സസ് ബെനിഫിഷ്യൽ ഓണർഷിപ്പ്. അപ്പോൾ രണ്ട് ടൈപ്പ് ഓണർഷിപ്പ് ഉണ്ട്. ലീഗൽ ഓണർഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ബെനിഫിഷ്യൽ ഓണർഷിപ്പ് ഉണ്ട്. അണ്ടർ സെക്ഷൻ 28 ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദ ലീഗൽ ഓണർഷിപ്പ് ബട്ട് ഓൾസോ ബെനിഫിഷ്യൽ ഓണർഷിപ്പ് ദാറ്റ് ഹാസ് ടു ബി കൺസിഡേർഡ്. ബെനിഫിഷ്യൽ ഓണർഷിപ്പും എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യപ്പെടും. ലീഗൽ ഓണർഷിപ്പ് മാത്രമല്ല, ബെനിഫിഷ്യൽ ഓണർഷിപ്പ് ആണെങ്കിലും ഓണർ തന്നെയായിട്ട് കൺസിഡർ ചെയ്യപ്പെടും അണ്ടർ സെക്ഷൻ 28. ഓക്കെ, ദെൻ സിഗ്നിഫിക്കൻറ്റ് ബെനിഫിഷ്യൽ ഓണർ. ആരാണ് ഈ ബെനിഫിഷ്യൽ ഓണർ എന്ന് നമുക്ക് നോക്കാം. സിഗ്നിഫിക്കൻറ്റ് ബെനിഫിഷ്യൽ ഓണർ: every individual who acting alone or together or through one or more persons or trust, including a trust and a person resident outside India, hold beneficial interest of not less than 25% or such other percentage as may be prescribed in share of a company, or a right to exercise or a actual exercising of significant influence of control or defined by the clause of the section 2 of a company. അതായത് ഒരു സ്ഥാപനത്തിൽ 25%-ലധികം ഷെയർ ഉള്ളൊരു വ്യക്തി, വോട്ടിംഗ് പവർ ഉള്ളൊരു വ്യക്തി, ആ വ്യക്തിനെയാണ് എന്ത് വിളിക്കുന്നത്, സിഗ്നിഫിക്കൻറ്റ് ബെനിഫിഷ്യൽ ഓണർ എന്ന് വിളിക്കുന്നത്. സോ നമ്മളവിടെ പഠിക്കേണ്ടത് 25%-ൽ കുറയാത്ത ഷെയർ ഹോൾഡ് ചെയ്യുന്ന അത്രത്തോളം വോട്ടിംഗ് പവറുള്ള ഒരു ആളെയാണ് എന്ത് വിളിക്കുന്നത്, സിഗ്നിഫിക്കൻറ്റ് ബെനിഫിഷ്യൽ ഓണർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, anticipated or potential profit or losses which may occur in future are not considered for arriving taxable income. So ഇത് വരുന്നത് റിയൽ പ്രോഫിറ്റ് ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് പറയുന്നത്. സോ റിയൽ പ്രോഫിറ്റും ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് ഓർ പൊട്ടൻഷ്യൽ പ്രോഫിറ്റ് ഓർ ലോസസ് വിച്ച് മേ ഒക്കർ ഇൻ ഫ്യൂച്ചർ. എന്താണ് ഈ ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ റിയൽ പ്രോഫിറ്റ് എന്നുള്ളത് ഒരു കമ്പാരിസൺ ആണ് ഇവിടെ പറയുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് ഓർ പൊട്ടൻഷ്യൽ പ്രോഫിറ്റ് ഓർ ലോസസ് വിച്ച് മേ ഒക്കർ ഇൻ ഫ്യൂച്ചർ. അതായത് ആൻറ്റിസിപ്പേറ്റഡ് എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ വന്നേക്കാവുന്ന ലോസാണ്. സോ ദോസ് ആർ നോട്ട് കൺസിഡേർഡ് ഫോർ അറൈവിംഗ് ദ ടാക്സബിൾ ഇൻകം ഓഫ് എ പ്രീവിയസ് ഇയർ. അതായത് നമ്മൾക്ക് എന്ത് വന്നിട്ടില്ല, ആ ഇൻകം നമുക്ക് വന്നിട്ടില്ല, വരാത്ത ഇൻകത്തിനാണ് എന്ത് വിളിക്കുന്നത്, ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദിസ് റൂൾ ഈസ് ഹവർ സബ്ജക്ട് ടു വൺ എക്സെപ്ഷൻ. സ്റ്റോക്ക് ഇൻ ട്രേഡ് മേ ബി വാല്യൂഡ് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ. അതായത് നമുക്കറിയാം സ്റ്റോക്ക് ഇൻ ട്രേഡ് നമ്മൾ എങ്ങനെ വാല്യൂ ചെയ്യുന്നത്, മേ ബി വാല്യൂഡ് ഓൺ ബേസ് ഓഫ് കോസ്റ്റ് ഓഫ് മാർക്കറ്റ് വാല്യൂ. അതായത് മാർക്കറ്റ് വാല്യൂവിൻ്റെ ബേസിലാണ് നമ്മൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും വാല്യൂ ചെയ്യുന്നത്, അല്ലാതെ ഓൾഡ് റേറ്റിലല്ല നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനെയാണ് വിളിക്കുന്നത് റിയൽ പ്രോഫിറ്റും ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റും എന്ന് പറയുന്നത്. ഓക്കെ, സോ ദെൻ ദ പ്രോഫിറ്റ് വിച്ച് ആർ ടാക്സ്ഡ് അണ്ടർ സെക്ഷൻ 28 ആർ ദ റിയൽ പ്രോഫിറ്റ് ആൻഡ് നോട്ട് നോഷണൽ പ്രോഫിറ്റ്. അതായത് റിയൽ പ്രോഫിറ്റും നോഷണൽ പ്രോഫിറ്റും തമ്മിലുള്ള കമ്പാരിസൺ. ഇവിടെ നമ്മൾ പറഞ്ഞത് റിയൽ പ്രോഫിറ്റും ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റും തമ്മിലുള്ള കമ്പാരിസൺ ആണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് റിയൽ പ്രോഫിറ്റ് നോഷണൽ പ്രോഫിറ്റ് ആണ്. ദ പ്രോഫിറ്റ് വിച്ച് ആർ ടാക്സ്ഡ് അണ്ടർ സെക്ഷൻ 28 ആർ റിയൽ പ്രോഫിറ്റ് ആൻഡ് നോട്ട് നോഷണൽ പ്രോഫിറ്റ്. അത് എന്താണ്, റിയൽ പ്രോഫിറ്റ് ആണ്, എന്തല്ല, നോഷണൽ പ്രോഫിറ്റ് അല്ല. ഓക്കെ, ദ പ്രോഫിറ്റ് വിച്ച് ആർ ടാക്സ്ഡ് അണ്ടർ സെക്ഷൻ 28. ടാക്സ് ചെയ്യപ്പെടുന്നത് റിയൽ പ്രോഫിറ്റ് മേലാണ്, നോട്ട് ഓൺ നോഷണൽ പ്രോഫിറ്റ്. നോഷണൽ പ്രോഫിറ്റ് മേലല്ല ടാക്സ് ചെയ്യുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, നോ പേഴ്സൺ ക്യാൻ മേക്ക് പ്രോഫിറ്റ് ബൈ ട്രേഡിംഗ് വിത്ത് ഹിംസെൽഫ് ഇൻ അനദർ കപ്പാസിറ്റി. അപ്പോൾ എന്താണ് ഈ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവനവന് തന്നെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു പരിപാടി. സോ ഫോർ ഇൻസ്റ്റൻസ്, നോ പേഴ്സൺ ക്യാൻ മേക്ക് പ്രോഫിറ്റ് ബൈ ട്രേഡിംഗ് വിത്ത് ഹിംസെൽഫ് ഓർ അനദർ കപ്പാസിറ്റി. സോ നെക്സ്റ്റ് അടുത്തതാണ് റിക്കവറി ഓഫ് സം ഓൾറെഡി അലോഡ് ആസ് ഡിഡക്ഷൻ. Okay, any sum recovered by assessee during the previous year in respect of an amount or expenditure which was earlier allowed as deduction is taxable as business income of the year in which it is recovered. Recovery of sum already allowed as deduction. അതായത് ഫോർ എക്സാമ്പിൾ ബാഡ് ഡെപ്റ്റ് റിക്കവർ. നമ്മളെ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാറുണ്ട്.
അത് എന്താണ് നമ്മളെ സംബന്ധിച്ച് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നതിൽ തെറ്റില്ല. കാരണം ബാഡ് ഡെപ്റ്റ് എന്ന് വെച്ചാൽ കിട്ടാക്കടമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുമ്പോൾ, ബാഡ് ഡെപ്റ്റ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഫോർ എക്സാമ്പിൾ 2023-24 പ്രീവിയസ് ഇയറിലെ പഴയൊരു പ്രീവിയസ് ഇയർ, അന്ന് നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 2 ലക്ഷം രൂപ കാണിച്ചു. ആ 2 ലക്ഷം കാണിച്ചത് കൊണ്ട് നമ്മളുടെ പ്രോഫിറ്റ് 6 ലക്ഷമായിട്ട് നിൽക്കുകയാണ്. സപ്പോസ് അത് കാണിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എത്ര? 8 ലക്ഷമാണ്. അത് കാണിച്ചത് കൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് എത്രയായിട്ട് മാറി? 6 ലക്ഷമായിട്ട് മാറി. സോ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? 6 ലക്ഷത്തിന് മേലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? കഴിഞ്ഞ 2023-24 ടാക്സ് അടച്ചിട്ടുള്ളൂ. അപ്പോൾ ആ 2 ലക്ഷം കിട്ടാക്കടമാണ്, ബാഡ് ഡെപ്റ്റ് ആണ്. സോ നമുക്കത് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. നമ്മളത് മേലെ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മുടെ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ 2024-25 ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? റിക്കവർ ചെയ്തു. നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടി. അങ്ങനെ തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് ടാക്സ് അടയ്ക്കേണ്ടി വരും. സോ എനി സം റിക്കവേർഡ് ബൈ ദ അസസി ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഇൻ റെസ്പെക്ട് ഓഫ് ആൻ എമൗണ്ട് ഓർ എക്സ്പെൻഡിച്ചർ വിച്ച് വാസ് ഏർലിയർ അലൗഡ് ആസ് ഡിഡക്ഷൻ, നമ്മൾ നേരത്തെ ഡിഡക്റ്റ് ചെയ്തതാണ്. ഇറ്റ് ഈസ് ടാക്സബിൾ ആസ് ബിസിനസ് ഇൻകം ഓഫ് ദ ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് റിക്കവേർഡ്. എന്നാണ് റിക്കവർ ചെയ്ത് ആ വർഷം അത് ടാക്സബിൾ ആയിട്ട് മാറും. ഏത് ഹെഡിൽ? പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറഞ്ഞ ഹെഡിൽ. നെക്സ്റ്റ് അടുത്താണ് മോഡ് ഓഫ് ബുക്ക് എൻട്രീസ് നോട്ട് റെലവൻറ്റ്. The mode or system of bookkeeping cannot override the substantial character of a transaction. അവിടെ നമുക്ക് ഈ ബുക്ക് എൻട്രീസിന് എന്തില്ല? റെലവൻസ് ഇല്ല. നമ്മൾ നോക്കണം ഇൻകം ടാക്സിൻ്റെ പെർവ്യൂവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ എക്സ്പെൻസും അതുപോലെ തന്നെ ആക്ച്വൽ ഇൻകംസാണ് അവിടെ നമ്മൾ നോക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അക്രൂവൽ കൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാത്ത പേയ്മെൻറ്റിന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതായിട്ട് നമ്മൾ പറയും, അല്ലേ? അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് കിട്ടാത്ത ഇൻകത്തിനെ നമ്മൾ ഇൻകം ഡ്യൂ ആണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മളത് കാണിക്കുകയും ചെയ്യും. സോ അതൊരു ആക്ച്വൽ ഇൻകം അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വെച്ച് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ കാണുന്ന ആക്ച്വൽ പ്രോഫിറ്റ് അല്ല. സോ അതുകൊണ്ട് തന്നെ മോഡ് ഓഫ് ബുക്ക് എൻട്രീസ് നോട്ട് റെലവൻറ്റ്. ഇൻകം ടാക്സിൻ്റെ പെർവ്യൂവിൽ പറയുകയാണെങ്കിൽ ബുക്ക് ഓഫ് എൻട്രീസ് എന്തല്ല? റെലവൻ്റ് അല്ല. ഇൻകം ടാക്സിന് വേറെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. സോ അടുത്തതാണ് ഇലീഗൽ ബിസിനസ്. ദ ഇൻകം ടാക്സ് ലോസ് ഈസ് നോട്ട് കൺസേൺഡ് വിത്ത് ദ ലീഗാലിറ്റി ഓർ ഇലീഗാലിറ്റി ഓഫ് എ ബിസിനസ് ഓർ പ്രൊഫഷൻ. നമ്മൾ ലീഗൽ ബിസിനസ് ആണോ ഇലീഗൽ ബിസിനസ് ആണോ നടത്തുന്നത്, എവിടെ നിന്നാണ് പ്രോഫിറ്റ് കിട്ടിയത്, എവിടെ നിന്നാണ് പ്രോഫിറ്റ് കിട്ടാത്തത്, എവിടെയാണ് ലോസ്, അതിലൊന്നും യാതൊരു പ്രാധാന്യമില്ല. നിങ്ങൾ നടത്തുന്നത് ഇലീഗൽ ബിസിനസ് ആണെങ്കിലും ലീഗൽ ബിസിനസ് ആണെങ്കിലും ഇൻകം കിട്ടിയോ ടാക്സ് അടച്ചിരിക്കണം. It can therefore be said the income of illegal business or profession is not exempt from tax. ഇലീഗൽ ബിസിനസ് മേൽ കിട്ടുന്ന ഇൻകത്തിന് മേൽ നമുക്ക് എക്സംഷൻ ഒന്നുമില്ല. ഓക്കെ. കാരണം ഇപ്പം നിങ്ങൾ ഇല്ലീഗലായിട്ടുള്ള സബ്സ്റ്റൻസസ്, നമ്മളെ ഡ്രഗ്സ് പോലുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാണ്? വിൽക്കാണ്. അതിൽ നിങ്ങൾ പ്രോഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലീഗൽ ബിസിനസ്സാണ്. പക്ഷേ അതുമേലുള്ള ഇൻകത്തിന് മേൽ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും. സോ സർക്കാരിനെ സംബന്ധിച്ച് ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം. നിങ്ങൾ എന്ത് മോശം ഗുഡ്സ് വിറ്റാലും ശരി, എന്ത് നല്ല ഗുഡ്സ് വിറ്റാലും ശരി, അതിൻ്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് വേണം എന്നുള്ളതാണ് ഇൻകം ടാക്സ് ആക്ട് പറയുന്നത്. സോ ദ ഇൻകം ടാക്സ് ലോസ് ഈസ് നോട്ട് കൺസേൺഡ് വിത്ത് ദ ലീഗാലിറ്റി ഓർ ഇലീഗാലിറ്റി ഓഫ് എ ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇറ്റ് ക്യാൻ therefore be said the income of legal business or profession is not exempt from tax. സോ ഇത് പഠിച്ചിരിക്കാം. ഇതെന്തല്ല? എക്സംപ്റ്റഡ് അല്ല. ഓക്കെ. കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ്. ഈ ബിസിനസ്സിലുള്ള പ്രോഫിറ്റ് നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പി ആൻഡ് എൽ അക്കൗണ്ട്. നമുക്കറിയാം നമ്മളെല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? പി ആൻഡ് എൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പി ആൻഡ് എൽ അക്കൗണ്ട്. പി ആൻഡ് എൽ അക്കൗണ്ടിൽ നമുക്കൊരു നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷേ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് ആണ്, അല്ലേ? ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് ആണ്, റിയൽ പ്രോഫിറ്റ് അല്ല. കാരണം നമ്മൾ അക്രൂവൽ കൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ജേണൽ എൻട്രിയും അതുപോലെ തന്നെ ലെഡ്ജർ പോസ്റ്റിങ്ങും ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന അക്രൂവൽ കൺസെപ്റ്റിലാണ്. നമ്മൾക്ക് കിട്ടാത്ത ഇൻകം കിട്ടിയതായിട്ട് കാണിക്കും. ആക്ച്വലി എക്സ്പെൻസ് ഡ്യൂ ആയിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് തന്നെ കാണിക്കും. അപ്പോൾ അത് ആക്ച്വൽ പ്രോഫിറ്റ് അല്ല. പക്ഷേ നമ്മളുടെ ഈ ഇൻകം ടാക്സിൽ നമുക്ക് എന്ത് കാണണം? ആക്ച്വൽ പ്രോഫിറ്റ് കാണണം. അങ്ങനെ ആക്ച്വൽ പ്രോഫിറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പി ആൻഡിലെ കൊണ്ട് നമ്മൾ എടുക്കണം. ഫസ്റ്റ് അതെടുത്ത് ഔട്ടർ കോളത്തിലേക്ക് എടുത്ത് എഴുതാം. ദെൻ എന്ത് ചെയ്യാം? ആഡ് എക്സ്പെൻസസ് ക്ലെയിംഡ് ബട്ട് നോട്ട് അലൗഡ്. ചില എക്സ്പെൻസുകളുണ്ട് ക്ലെയിംഡ്, വി ആർ ക്ലെയിംഡ് ദാറ്റ് ബട്ട് നോട്ട് അലൗഡ്. അത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്തല്ല? അലൗഡ് അല്ല. ഫോർ എക്സാമ്പിൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. നിങ്ങൾക്ക് ബാഡ് ഡെപ്റ്റ് വേണമെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം ഇൻകം ടാക്സ് ലോ പ്രകാരം. ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് കാണിക്കാൻ പാടില്ല. പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതൊരു ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെൻസ് ആണ്. നമുക്ക് ലോസ് വന്നേക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണതാണ്? ഒരു പ്രൊവിഷൻ വെക്കുന്നതാണ്. സോ അങ്ങനെ ഒരു പ്രൊവിഷൻ വച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു 10 lakh ആണെന്ന് വിചാരിച്ചു. 10 lakh ആണ്. ഓക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്?
പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഉണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് 1 ലക്ഷമാണെന്ന് വിചാരിച്ചു. ആ 1 ലക്ഷം നമ്മൾ കുറച്ചു. മനസ്സിലായോ? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത സമയത്ത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എക്സ്പെൻസ് സൈഡിൽ 1 ലക്ഷം കാണിച്ചു. ആ 1 ലക്ഷം കാണിച്ചത് കൊണ്ടാണ് നെറ്റ് പ്രോഫിറ്റ് എത്രയായത്? 10 ലക്ഷമായത്. അങ്ങനെ കാണിച്ചില്ലായിരുന്നെങ്കിലോ പ്രോഫിറ്റ് എത്രയായേനെ? 11 ലക്ഷമായേനെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അത് കാണിക്കാമോ? പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ കാണിച്ചു. അപ്പോൾ നമ്മൾ വേണം തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ആഡ് എക്സ്പെൻസസ് ക്ലെയിംഡ് ബട്ട് നോട്ട് അലൗഡ്. അലവബിൾ അല്ലാത്ത എക്സ്പെൻസ് നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആഡ് ചെയ്യേണ്ട എക്സ്പെൻസുകളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ലെസ് എക്സ്പെൻസസ് അലവബിൾ ബട്ട് നോട്ട് ഡെബിറ്റഡ് ഇൻ പി ആൻഡ് അക്കൗണ്ട്. ഇനി നിങ്ങൾക്ക് അലവബിൾ ആയിട്ടുള്ള ചില എക്സ്പെൻസുകളുണ്ട്, അത് നിങ്ങൾ പി ആൻഡ് അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടില്ല? ഡെബിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ലെസ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളെ സംബന്ധിച്ച് ഡിപ്രീസിയേഷൻ കാണിക്കാം. നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ കാണിക്കേണ്ടത് എന്ന് പറയുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടർ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് 60% ഡിപ്രീസിയേഷൻ കാണിക്കേണ്ടത്. ഏതാണോ വാല്യൂ അതിൻ്റെ 60% ഡിപ്രീസിയേഷനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്? ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 60% ഡിപ്രീസിയേഷൻ കാണിക്കാമെന്നുള്ളതാണ് പറയുന്നതെങ്കിൽ നമ്മൾ എത്ര ചെയ്തിട്ടില്ല? നമ്മൾ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുമ്പോൾ 60% ഡിപ്രീസിയേഷൻ കാണിക്കേണ്ട. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മേടിച്ച കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമുക്കൊരു 4 വർഷത്തേട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1 വർഷം 25% ഡിപ്രീസിയേഷൻ ചെയ്യാം. അങ്ങനെ 4 വർഷമാകുമ്പോഴത്തേക്ക് 100% ആവും. അങ്ങനെ 4 വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിപ്രീസിയേഷൻ ഫണ്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയൊരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വീണ്ടും പർച്ചേസ് ചെയ്യാം എന്നുള്ളൊരു അസംഷൻ അല്ല ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ 25% ഡിപ്രീസിയേഷൻ ചെയ്യുന്നത്. എന്നാൽ ഇൻകം ടാക്സ് നിയമപ്രകാരം നമുക്ക് എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്? കുറച്ചധികം പെർസെൻറ്റേജ് ഉണ്ട്. ഐ തിങ്ക് 60%, 60% നമുക്ക് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ പോലുള്ള മേലെ നമുക്ക് എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്? ഡിപ്രീസിയേഷൻ ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ചെയ്തിട്ടുള്ളൂ? നമ്മളെ സംബന്ധിച്ച് ഫോർ എക്സാമ്പിൾ 1 ലക്ഷം രൂപയുടെ കമ്പ്യൂട്ടറാണ്. അപ്പോൾ 1 ലക്ഷം രൂപയുടെ കമ്പ്യൂട്ടറിന് 25% നമ്മൾ എന്ത് ചെയ്തിട്ട് കാണിച്ചിട്ടുള്ളൂ? ലോസ് 25% അല്ലെങ്കിൽ 20% നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? ഡിപ്രീസിയേഷനായിട്ട് കാണിച്ചിട്ടുള്ളൂ. അഥവാ 20,000 രൂപയാണ് ഡിപ്രീസിയേഷൻ കാണിച്ചിട്ടുള്ളൂ. അത് അലവബിൾ തന്നെയാണ്. 20% അലവബിളായിട്ട് നമ്മൾ കാണിച്ചു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആണ് നെറ്റ് പ്രോഫിറ്റ് എത്രയായത്? 10 ലക്ഷമായത്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് എത്ര കാണിക്കാമായിരുന്നു? 60% ഡിപ്രീസിയേഷൻ കാണിക്കാമായിരുന്നു. അഥവാ 40% കൂടി എക്സ്ട്രാ ഡിപ്രീസിയേഷൻ കാണിക്കാമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ 40,000 രൂപ കൂടി ഡിപ്രീസിയേഷൻ കാണിക്കാമായിരുന്നു. നമ്മൾ കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ 10 ലക്ഷത്തിൽ നിന്ന് ഒരു 40,000 രൂപ കൂടി നമ്മൾ കുറയ്ക്കും. ദാറ്റ് ഈസ് എക്സ്പെൻസസ് അലവബിൾ. നമുക്ക് ഇൻകം ടാക്സ് നിയമപ്രകാരം അലവബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. ബട്ട് നോട്ട് ഡെബിറ്റഡ് ഇൻ പി ആൻഡ് അക്കൗണ്ട്. പി ആൻഡ് അക്കൗണ്ട് നിങ്ങൾ ഡെബിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇൻകം ടാക്സിൻ്റെ കാൽക്കുലേഷൻ നമുക്കത് ഡെബിറ്റ് ചെയ്യാം, ആ എമൗണ്ട് കുറയ്ക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 9,60,000 മേൽ നിങ്ങൾ ടാക്സ് അടച്ചാൽ മതി. സോ ലെസ് എക്സ്പെൻസസ് അലവബിൾ ബട്ട് നോട്ട് ഡെബിറ്റഡ് ഇൻ പി ആൻഡ് അക്കൗണ്ട്. പി ആൻഡ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാത്തത് ചില എക്സ്പെൻസ് അലവബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, സോ ലെസ് ഇൻകം എക്സംപ്റ്റ് ഓർ നോട്ട് ടാക്സബിൾ അണ്ടർ ദിസ് ഹെഡ്. ഇനി അടുത്താണ് ലെസ് ഇൻകം എക്സംപ്റ്റ് ഓർ നോട്ട് ടാക്സബിൾ അണ്ടർ ദിസ് ഹെഡ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ മിക്കവാറും നമ്മുടെ അതിന് ഇൻകം സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കമ്മീഷൻ റിസീവ്ഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണിക്കാറുണ്ടല്ലേ? ഒന്ന് ലോജിക്കലി ചിന്തിച്ച് നോക്കിയേ. ഈ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നതും കമ്മീഷൻ റിസീവ് ചെയ്യുന്നതും ഒരു പക്ഷേ ആ ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കില്ല. മറ്റുള്ള ഇൻകം കൂടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അതിൽ കാണിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ റെൻറ്റ് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇൻകം സൈഡിൽ കാണിക്കാറുണ്ട്. റെൻറ്റ് റിസീവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ഹെഡിലാണ് വരുന്നത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലാണ് വരുന്നത്. ഇൻകം ഫ്രം ഏതിൽ വരില്ല? ബിസിനസ്സിൽ വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ ഹെഡിൽ പെടാത്ത ചില ഇൻകംസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇൻകം എന്ത് ചെയ്തേക്കാം? കൂടിയിരിക്കുകയാണ് അല്ലേ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള ഇൻകംസ് അതാത് ഹെഡിലാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് മൈനസ് ചെയ്യേണ്ടി വരും. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഇൻകം ഫ്രം ബിസിനസ് കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പി ആൻഡ് അക്കൗണ്ട്. പി ആൻഡ് അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഫോർ എക്സാമ്പിൾ 10 ലക്ഷം. 10 ലക്ഷമാണ് നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം. ആഡ് എക്സ്പെൻസസ് ക്ലെയിംഡ് ബട്ട് നോട്ട് അലൗഡ്. നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെൻസ് നമ്മൾ ക്ലെയിം ചെയ്തു, പക്ഷേ എന്താണ്? നോട്ട് അലൗഡ് ആണ്. അഥവാ നമ്മൾ എന്ത് ചെയ്തു? പ്രൊവിഷൻ ഫോർ
പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കാണിച്ചു. അങ്ങനെ പ്രൊവിഷൻ വെക്കാൻ പറ്റുമോ? ഇല്ല, ഇൻകം ടാക്സ് നിയമപ്രകാരം പ്രൊവിഷൻ വെക്കാൻ പറ്റില്ല. പ്രൊവിഷൻ വെച്ചത് കൊണ്ട് നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്ത് നിൽക്കുക, കുറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അപ്പോൾ 10 ലക്ഷം ഫോർ എക്സാമ്പിൾ നമ്മൾ എത്രയാണ്, 1 ലക്ഷം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ എത്രയായിട്ട് മാറി, 11 ലക്ഷമായി. ഓക്കെ, അതിനടുത്താണ് ലെസ് എക്സ്പെൻസസ് അലവബിൾ ബട്ട് നോട്ട് ഡെബിറ്റഡ് ഇൻ പി ആൻഡ് അക്കൗണ്ട്. അലവബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ എന്ത് ചെയ്തില്ല, അത് കാണിച്ചില്ല. എക്സ്പെൻസസ് അലവബിൾ ബട്ട് നോട്ട് ഡെബിറ്റഡ് ഇൻ പി ആൻഡ് അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ ഡിപ്രീസിയേഷൻ നമ്മൾ കാണിച്ചത് എത്ര ശതമാനം കാണിച്ചുള്ളൂ, 20% മാത്രമേ കാണിച്ചുള്ളൂ. സത്യത്തിൽ എത്ര ശതമാനം കാണിക്കാമായിരുന്നു, 60% കാണിക്കാമായിരുന്നു. അപ്പോൾ നമ്മൾ എത്രയും കൂടി കാണിക്കാനുണ്ട്, ഒരു 40% കൂടി നമുക്ക് നെറ്റ് പ്രോഫിറ്റ് നിന്ന് കുറയ്ക്കാനുണ്ട്. നമ്മളത് കുറച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 40% നമുക്ക് കുറയ്ക്കാം. ഫോർ എക്സാമ്പിൾ, ആ 40% എന്ന് പറയുന്നത് 40,000 രൂപയാണെന്ന് വിചാരിച്ചു. സോ 40,000 രൂപ നമുക്ക് മൈനസ് ചെയ്യാം 11 ലക്ഷത്തിൽ നിന്ന്. അടുത്തത് ലെസ് ഇൻകം എക്സംപ്റ്റ് ഓർ നോട്ട് ടാക്സബിൾ അണ്ടർ ദിസ് ഹെഡ്. നമ്മൾ ഇതിപ്പോൾ എക്സ്പെൻസ് സൈഡുകളാണ് കംപ്ലീറ്റ് പറഞ്ഞത്. ഇൻകം സൈഡിൽ ഈ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷനിൽ വരാത്ത ചിലപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയിലുള്ള ഇൻകോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകോ ഇതൊക്കെ ഉണ്ടാവാം. സോ ഹൗസ് പ്രോപ്പർട്ടിയിലുള്ള ഇൻകോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ ശരിക്കും ഏതിലാണ് വരുന്നത്, ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻകംസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ലെസ് ചെയ്യേണ്ടി വരും. കാരണം അത് ഈ ഹെഡിൽ വരുന്നതല്ല, അത് ഇൻകം ഫ്രം അതർ സോഴ്സിലോ അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. സോ ആ എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു 60,000 ഉണ്ടെന്ന് വിചാരിച്ചു. 60,000 നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടും, 11 lakh മൈനസ് 40,000 മൈനസ് 60,000 എന്ന് പറയുമ്പോഴത്തേക്കും 10 lakh കിട്ടും. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ഓഫ് ബിസിനസ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് ഇൻകം കവേർഡ് അണ്ടർ ദ സെക്ഷൻ 28. പല ടൈപ്സ് ഓഫ് ഇൻകംസ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സെക്ഷൻ 28 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് 1961 കവർ ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഇൻകം. പല ടൈപ്പ് ഇൻകം വരുന്നുണ്ട്. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. എനി ഇൻകം ജനറേറ്റഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ത്രൂ ദ കണ്ടക്ട് ഓഫ് എ ബിസിനസ് ഓർ പ്രൊഫഷൻ ഈസ് ടാക്സബിൾ അണ്ടർ സെക്ഷൻ 28. അതായത് നിങ്ങൾ എന്ത് തരത്തിലുള്ള ബിസിനസ് നടത്തി കഴിഞ്ഞാലും അത് ഏതിൽ വരും, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിൽ വരും. എനി ഇൻകം ജനറേറ്റഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ത്രൂ ദ കണ്ടക്ട് ഓഫ് എ ബിസിനസ് ഓർ പ്രൊഫഷൻ ഈസ് ടാക്സബിൾ അണ്ടർ സെക്ഷൻ 28. Okay. This includes profit from sale of goods or services, fees earned by professionals and income from freelance work. അതിൽ എന്തൊക്കെയാണ് വരുന്നത്, ദിസ് ഇൻക്ലൂഡ് പ്രോഫിറ്റ് ഫ്രോം സെയിൽ ഓഫ് ഗുഡ്സ്. നിങ്ങൾ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ വിറ്റിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുക. ഫീസ് ഏൺഡ് ബൈ പ്രൊഫഷണൽസിന് എന്ത് കിട്ടുക, ഫീസ് കിട്ടുക. അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസിന് അതുപോലെ തന്നെ ഡോക്ടർമാർക്ക് കിട്ടുന്ന ഫീസാണല്ലോ. അപ്പോൾ ഫീസ് അതെന്താണ്, ഇൻകം ഫ്രം ബിസിനസ്സിൽ വരുന്നതാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷനിൽ വരുന്നതാണ്. ആൻഡ് ഇൻകം ഫ്രം ഫ്രീലാൻസ് വർക്ക്, ഫോട്ടോഗ്രാഫേഴ്സ്, അതുപോലെ തന്നെ ഫ്രീലാൻസ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന അധ്യാപകർ. സോ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കിട്ടുന്ന ഇൻകം എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷനാണ്. Okay, then next salary, commission, bonus, etc. The income mentioned in section 28 encompasses salaries, commission, bonuses and other incomes that comes reward for effort exerted in connection with the trade or profession employed by individuals as well as partner in a firm. So ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളൊരു സ്ഥാപനത്തിലെ പാർട്ട്ണറാണ്. ആസ് എ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് എന്ത് കിട്ടാം, സാലറി കിട്ടാം, കമ്മീഷൻ കിട്ടാം, ബോണസ് കിട്ടാം. The income mentioned in section 28 encompasses salary, commission, bonuses and other incomes that come as reward for effort exerted in connection with a trade or profession. നിങ്ങളൊരു ട്രേഡിൻ്റെ ഭാഗമായിട്ടോ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടോ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടോ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ ഒരു പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ആ എക്സിക്യൂഷന് റിവാർഡായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി, ബോണസോ കമ്മീഷനോ അല്ലെങ്കിൽ സാലറിയോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അത് സാലറി ഇൻകം അല്ല, ഇൻകം ഫ്രം സാലറിയിലല്ല വരുന്നത്. അത് ഏതിലാണ് വരുന്നത്, ഇൻകം ഫ്രം ബിസിനസ്സാണ് വരുന്നത്. നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ഇൻകം ആയിട്ടാണ് വരുന്നത്. സോ ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അതായത് സാലറി, കമ്മീഷൻ, ബോണസ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങളൊരു സ്ഥാപനത്തിലെ പാർട്ട്ണറായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തല്ല, അതിനെ സാലറി എന്ന് പറഞ്ഞാൽ ഹെഡിൽ വരത്തില്ല. ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സാലറി എന്ന് പറയുന്ന ഹെഡിലാണത് പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് 50,000 അല്ലെങ്കിൽ 70,000 നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ പലവരും ട്രിക്കി ആയിട്ട് എന്ത് ചെയ്യും, സ്ഥാപനത്തിൽ നിന്ന് പ്രോഫിറ്റ് റിസീവ് ചെയ്യുന്നതിന് പകരം സാലറി റിസീവ് ചെയ്യും. അങ്ങനെ സാലറി റിസീവ് ചെയ്യുമ്പോൾ എന്തുണ്ട്, ഡിഡക്ഷൻസ് ഒരുപാടുണ്ട്. എക്സംഷൻസ്, HRA എക്സംഷൻസ്, അതുപോലെ തന്നെ പെർക്വിസിറ്റ് എക്സംഷൻസ്, അങ്ങനെ പല എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും സാലറി ഇൻകത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇത് മനസ്സിലാക്കി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്തു, ഈ പരിപാടി നടക്കില്ല,
നിങ്ങളൊരു കമ്പനിയിലെ അല്ലെങ്കിൽ ഫേമിലെ പാർട്ട്ണർ ആണെങ്കിൽ ആസ് എ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടെ ചെയ്ത സർവീസിന് എഫേർട്ടിന് നിങ്ങൾക്ക് റിവാർഡായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ അത് കമ്മീഷൻ ആയിക്കോട്ടെ, ബോണസ് ആയിക്കോട്ടെ, സാലറി ആയിട്ട് എന്ത് കിട്ടിയാലും അത് സാലറി എന്ന് പറഞ്ഞ ഹെഡിൽ വരില്ല. അത് ഏതിലേ വരുള്ളൂ? അത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിലേ വരുള്ളൂ എന്നുള്ളതാണ്. അത് ഇങ്ങനെയുള്ള ഡിഡക്ഷൻസ് ഒക്കെ ആളുകൾ ഫോൾസ്ഫുള്ളി ക്ലെയിം ചെയ്യുന്നത് കൊണ്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. സെക്ഷൻ 28. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ ആണ് കോമ്പൻസേഷൻ പേയ്മെൻറ്റ്. Certain compensation payment received under the specific circumstances are allowed also taxable under section 28. ചില കോമ്പൻസേഷൻ പേയ്മെൻ്റ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. സോ അതും ഏതിൽ വരാം? ഈ പറഞ്ഞ ബിസിനസ് ഇൻകത്തിലാണ് വരാം. ദീസ് ഇൻക്ലൂഡ് പേയ്മെൻറ്റ് മെയ്ഡ് അപ്പോൺ ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്, മോഡിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട് ഓർ ടെർമിനേഷൻ ഓഫ് ഓർ മോഡിഫിക്കേഷൻ ഓഫ് ഏജൻസി എഗ്രിമെൻറ്റ് റിലേറ്റഡ് ടു മാനേജിങ് ആൻ ഇന്ത്യൻ കമ്പനി. നിങ്ങളൊരു കമ്പനി നടത്തുന്ന സമയത്ത് പല ആളുകളായിട്ട് കോൺട്രാക്ട് മോഡിഫിക്കേഷൻ പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അവിടെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റോ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ ടെർമിനേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭാഗമായിട്ട് നമ്മളുടെ ബിസിനസ്സിന് എന്ത് കിട്ടും? ഒരു വരുമാനം കിട്ടും, കോമ്പൻസേഷൻ കിട്ടാറുണ്ട്. ഇപ്പോൾ എ എന്ന് പറയുന്ന ബിസിനസ്സും ബി എന്ന് പറയുന്ന ബിസിനസ്സും തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ട്. ആ കോൺട്രാക്റ്റ് എ എന്ന് പറയുന്ന ബിസിനസ് വയലേറ്റ് ചെയ്തു. അപ്പോൾ ബി എന്ന് പറയുന്ന ബിസിനസ്സിന് എന്ത് കൊടുക്കണം? എ എന്ന് പറയുന്ന ബിസിനസ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്ന ബിസിനസ്സിനെ സംബന്ധിച്ച് അത് ബിസിനസ് ഇൻകം തന്നെയാണ്. സോ ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇൻകം ഫ്രം സ്പെസിഫിക് ആക്ടിവിറ്റി. നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള സ്പെസിഫിക് ആക്ടിവിറ്റി നടത്തുകയാണെങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ ഇൻകം കിട്ടാം. സെക്ഷൻ 28 എക്സ്റ്റെൻഡ് ടു ദ ഇൻകം ജനറേറ്റഡ് ഫ്രം സ്പെസിഫിക് ബിസിനസ് ഓർ പ്രൊഫഷണൽ ലൈക്ക് ആക്ടിവിറ്റീസ്. ദാറ്റ് ഈസ് ദിസ് ക്യാൻ ഇൻക്ലൂഡ് ഇൻകം ഏൺഡ് ത്രൂ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് ബിസിനസ് ഓർ ഇൻകം റിസീവ്ഡ് ബൈ എ പാർട്ണർ ഓഫ് ഫ്രം എ ഫേം ഇൻക്ലൂഡിംഗ് സാലറി, ഇൻട്രസ്റ്റ്, ബോണസ്. നമുക്ക് വിദേശത്ത് നിന്ന് എന്തെങ്കിലും ഇമ്പോർട്ട് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാലറിയോ ഇൻട്രസ്റ്റോ അങ്ങനെ പാർട്ണർക്ക് അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ്? ബിസിനസ് ഇൻകത്തിലാണ് വരിക. അപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻകംസ് വന്നാലും അത് ബിസിനസ് ഇൻകത്തിൽ തന്നെയാണ് ഉൾപ്പെടുത്തേണ്ടത്. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, റെസിപ്റ്റ്സ് അണ്ടർ എഗ്രിമെൻറ്റ്സ്. ഇറ്റ് ഓൾസോ കവർ ദ എമൗണ്ട്സ് റിസീവ്ഡ് ഇൻ ടേംസ് ഓഫ് എനി എഗ്രിമെൻറ്റ് വേർ ദ പേഴ്സൺ ക്യാരിഡ് ഔട്ട് ദ ആക്ടിവിറ്റീസ് റാപ്പിഡ് ഓഫ് ഫോർ റിഫ്രൈനിങ് from performing any action concerning their trade or profession or not sharing their know-how, patent right, copyright, trademark, license, franchisee or other commercial rights like those capable for being used by the manufacturing processing goods for sale or providing services. നിങ്ങൾക്ക് വല്ല കോപ്പി റൈറ്റോ പേറ്റന്റ് റൈറ്റോ ട്രേഡ് മാർക്കോ ടെക്നിക്കൽ നോഹവോ ലൈസൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ് കിട്ടുക. നിങ്ങളുടെ സ്ഥാപനത്തിന് ഒരു ടെക്നിക്കൽ നോഹ ഉണ്ട് അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് ഉണ്ട് അല്ലെങ്കിൽ കോപ്പി റൈറ്റ് ഉണ്ട്. ഈ കോപ്പി റൈറ്റ് അല്ലെങ്കിൽ പേറ്റന്റ് റൈറ്റിൻ്റെ അവകാശം മറ്റൊരു കമ്പനിക്ക് കൊടുക്കുന്നു. അത് കൊടുക്കുന്ന മുഖാന്തരം നിങ്ങൾക്ക് അതിൽ നിന്നൊരു പേയ്മെൻറ്റ് റിസീവ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള റിസീപ്റ്റ്സ് അണ്ടർ എഗ്രിമെൻറ്റ്, നമുക്ക് കിട്ടുന്ന എഗ്രിമെൻറ്റ് പ്രകാരം കിട്ടുന്ന റെസിപ്റ്റ്സ് എന്ന് പറയുന്നതാണ് അത് നമ്മളെ സംബന്ധിച്ച് ബിസിനസ് ഇൻകമാണ്. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ബിസിനസ്സും ബി എന്ന് പറയുന്ന ബിസിനസ്സും നമ്മളൊരു MOU സൈൻ ചെയ്യുന്നു. ഓക്കെ, എ എന്ന് പറയുന്ന ബിസിനസ്സിന് സ്ട്രാറ്റജി ബി എന്ന് പറയുന്ന ബിസിനസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എ എന്ന് പറയുന്ന കമ്പനി എന്താണ്, അവരുടെ ബിസിനസ് സ്ട്രാറ്റജി ബി എന്ന് പറയുന്ന ബിസിനസ്സിന് കൂടി ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ബി എന്ന് പറയുന്ന ബിസിനസ് ഒരു പേയ്മെൻറ്റ് എ എന്ന് പറയുന്ന ബിസിനസ് കൊടുക്കും. അപ്പോൾ എ എന്ന് പറയുന്ന ബിസിനസ്സിനെ സംബന്ധിച്ച് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ബിസിനസ് ഇൻകം തന്നെയാണ്. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കും. നെക്സ്റ്റ്, any sum received under the Keyman insurance policy. Any sum received under the Keyman insurance policy. Keyman insurance policyയുമായി ബന്ധപ്പെട്ടൊരു സം എമൗണ്ട് കിട്ടാം. Any sum received by an assessee as an employer under a Keyman insurance policy will be taxed as income from business. ഇപ്പോൾ ഞാനൊരു കമ്പനിയിലെ മെയിൻ ആയിട്ടുള്ളൊരു എംപ്ലോയറാണ്. അതായത് എംപ്ലോയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ 2-3 പാർട്ട്നേഴ്സ് അങ്ങനെ ഉണ്ടാവാം. അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ എംപ്ലോയറാണ്, ഞാനാണ് അവിടുത്തെ ഓണർ. സോ എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു കീമാൻ ഇൻഷുറൻസ് പോളിസി എടുത്തു. ആ ഇൻഷുറൻസ് പോളിസിയുടെ സം എമൗണ്ട് എന്ന് വെച്ചിട്ട് 10 ലക്ഷം രൂപ ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ റിസീവ് ചെയ്തു. അത് എന്നെ സംബന്ധിച്ച് അതൊരു പേഴ്സണൽ ഇൻകം അല്ല. എന്നെ സംബന്ധിച്ച് എന്താണ്, അതൊരു ബിസിനസ് ഇൻകം ആയിട്ടാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. സോ കീമാൻ ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട് ഒരു സം അഷ്വേർഡ് എമൗണ്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ എമൗണ്ട് എന്ന് പറയുന്നത് ബിസിനസ് ഇൻകം ആണ്, അല്ലാതെ പേഴ്സണൽ ഇൻകം അല്ല. ഇത് മനസ്സിലാക്കിയിരിക്കാം. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ്, fair market value of inventory on its conversion treatment as a capital asset. Fair market value of inventory on the date of its conversion or treatment as a capital asset would be chargeable to tax on the business income. അതായത് നമ്മൾ അവിടെ പരിഗണിക്കേണ്ടത് ക്യാപിറ്റൽ അസറ്റിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ്. നമ്മൾ ക്ലോസിംഗ് സമയത്തുള്ള ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് നമ്മളവിടെ എന്ത് ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടത്. അതാണ് അവിടെ പറയുന്നത്.